ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് നാം ഇന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശം എന്ന നിലക്ക് ചില വിഷയത്തിൽ ഇടപെടും. അത് ആദർശത്തിൻ്റെ പേരിലായിരിക്കും. ബദറിൽ ഇടപെട്ടതുപോലെ ബദറിൽ മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായി അള്ളാഹു ഏർപ്പാടുകൾ ഉണ്ടാക്കി. മുഅ്മിനീങ്ങളുടെ ആദർശത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശി കൂട്ടത്തിൻ്റെ ഇൻസാനിയത്തിനെ പരിഗണിച്ചില്ല. അവരൊരു മനുഷ്യരാണ് എന്ന അള്ളാഹുവിൻ്റെ പൊതുനയം അള്ളാഹു സ്വീകരിച്ചില്ല. കാരണം മറുപക്ഷത്ത് ആദർശമുള്ളതുകൊണ്ട്. ആദർശവും ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആദർശം മാത്രമേ ജയിക്കുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അള്ളാഹിൻ്റെ സുന്നത്ത് ഒരിക്കലും അള്ളാഹു മാറ്റിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണത്? ആദർശവാദികൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഇനി അങ്ങോട്ട് ഉറച്ചു നിൽക്കാനും വേണ്ടി അള്ളാഹു അത് ചെയ്യും. അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. അതാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും അള്ളാഹുവാണ്. അതെന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു പഠിപ്പിച്ച ഒരു പൊതു തത്വമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്. എന്താണത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും. നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹിനെ മാത്രമേ ഇടപെടിപ്പിക്കാവൂ. അത് രാഷ്ട്രീയ പ്രശ്നമാവാം, സാമുദായിക പ്രശ്നമാവാം, സാമ്പത്തിക പ്രശ്നമാവാം. എന്ത് പ്രശ്നമായാലും നിങ്ങൾ അള്ളാഹുവിനെ വേണം ഇടപെടിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇബാദത്ത് വിഭജിക്കപ്പെടേണ്ടി വരും. അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്ക്, അടിമകൾക്കുള്ളത് അടിമകൾക്ക് വന്നിട്ട് ഓഹരി വെക്കേണ്ടി വരും. അങ്ങനൊരു പരിപാടിയില്ല. ഏതേത് വിഷയമായിരുന്നാലും ശരി, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, എന്ത് പ്രശ്നമായാലും, കുടുംബ പ്രശ്നമാവാം ചിലപ്പോൾ, ബിസിനസ് സംബന്ധമായ സാമ്പത്തിക പ്രശ്നങ്ങളാവാം ചിലപ്പോൾ, രാഷ്ട്രീയമായ കാര്യങ്ങളാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളാവാം. മുഅ്മിനീങ്ങൾ അത് അള്ളാഹുവിനെ ഇടപെടിപ്പിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. പിന്നെന്താ നിങ്ങൾ ചെയ്യരുത്? വലാ തജാലു ലില്ലാഹി അന്താദ. അള്ളാഹ്ക്ക് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത്. പകരക്കാരും ആവാം, മനുഷ്യരാവാം, ജിന്നുകളാവാം, ഷെയ്ഖ് തങ്ങന്മാർ മരിച്ചുപോയവരാവാം, ജീവിച്ചിരിക്കുന്നവരാവാം, ദീനാറ് ദിർഹമുകളാവാം. ഇവകളൊന്നും അള്ളാഹുവിൻ്റെ ഇടപെടലിന് പകരമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. അള്ളാഹു ഇടപെടുന്നതിൻ്റെ സബബായിട്ട് നിങ്ങളോട് ഉപയോഗിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. ഇതാണ് അള്ളാഹുവിൻ്റെ പൊതുനയം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്. അപ്പോൾ പൊതുനയം അതായിരിക്കെ ആ തത്വം അല്ലെങ്കിൽ ആ ആദർശം സ്വീകരിക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതാണ് ബദറിൽ സംഭവിച്ചത്. ആദർശത്തിൽ വിടവ് വരുമ്പോൾ പിന്നെ അള്ളാഹു തആല പരിഗണിക്കുക ആയുധത്തെ ആയിരിക്കും, മനുഷ്യനെ ആയിരിക്കും പരിഗണിക്കുക. അതാണ് ഉഹദിൽ സംഭവിച്ചത്. ഉഹദിൽ നടന്ന യുദ്ധത്തിൽ ഒരു കനിവും അള്ളാഹു തആല രണ്ടാം റൗണ്ടിൽ മുസ്ലിമീങ്ങളോട് കാണിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ കൂട്ടത്തിൽ ഉണ്ടായിട്ടും കൂടി അള്ളാഹു തആല ഒരു കനിവും അവരോട് കാണിച്ചില്ല. ഒരു വിട്ടുവീഴ്ചക്കും അള്ളാഹ് നിന്നില്ല. ദാരുണമായ പരിക്കുകളേറ്റു ഇസ്ലാമിക സമൂഹത്തിന്. അഷ്റഫുൽ ഖൽക്കിൻ്റെ ശരീരത്തെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വിധേയമാക്കി. ഇതൊക്കെ ആദർശപരമായി ചിന്തിക്കുന്നവർക്ക് ആ രീതിയിൽ മനസ്സിലാവും. വെറും ഒരു യുദ്ധം എന്ന നിലക്ക് മാത്രം ചിന്തിച്ചിട്ട് വിടുന്നവർക്ക് അത് എത്ര വലിയ ആദർശവാദികളായിരുന്നാലും എത്ര വലിയ തത്വവാദികളായിരുന്നാലും ശരി, അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു തആല ഉഹദിൽ നടന്ന പരാജയത്തിൻ്റെ കാരണം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ദയയും അള്ളാഹു മുസ്ലിങ്ങളോട് കാണിച്ചില്ല, അഷ്റഫുൽ ഖൽക്ക് ഉണ്ടായിട്ടും കൂടി. റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യം ഉണ്ട്. അമീർ, ക്യാപ്റ്റൻ, സർവ്വസേനാധിപൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തോട് ഒരു കൂറും കാണിച്ചില്ല. രണ്ടാം റൗണ്ടിൽ, ഒന്നാം റൗണ്ടിൽ കിട്ടിയ സഹായം അള്ളാഹു പിൻവലിച്ചു. അല്ലെങ്കിൽ പിന്നെ ഉഹദിൻ്റെയും ബദറിൻ്റെയും കഥ നമ്മൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പരിശുദ്ധ ഖുർആനല്ലേ ഇത്? വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ വ അൻതും അഹില്ല എന്ന് പറഞ്ഞില്ലേ അള്ളാഹ്?
അപ്പോൾ യുദ്ധസന്ദർഭത്തിലും എല്ലാറ്റിലും ഇടപെടേണ്ടത് അള്ളാഹുവാണ്. ആദർശപരമായി ഇടപെടണമെങ്കിൽ മോമിനിങ്ങൾ ആദർശം ബോധ്യപ്പെടുത്തി കൊടുക്കണം അള്ളാഹു തആലക്ക്. ആദർശത്തിൽ പരാജയം വന്നു കഴിഞ്ഞാൽ അതൊരാളായാലും ശരി, ആ സമൂഹത്തെ മുഴുവനും ബാധിക്കും. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവർ അതിക്രമം കാണിച്ചാലും ഭൂമിയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 50 പേരെ കുന്നിൻ്റെ മുകളിൽ നിർത്തി. അമ്പെയ്ത്ത് വിദ്യക്കാരാണ് അവർ. അവരോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലേ ഇറങ്ങാവൂ അല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ. യുദ്ധം ഫസ്റ്റ് റൗണ്ട് വിജയിച്ചു. അല്ലാഹു തആലക്ക് അറിയേണ്ടത് മുസ്ലിമീങ്ങൾ എന്ത് നയം സ്വീകരിക്കുന്നു എന്നാണ്. ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ രീതി എന്നാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. ബദറിൽ 100% എല്ലാവരും ജയിച്ചു, എല്ലാ വിഷയത്തിലും ജയിച്ചു. അതുകൊണ്ട് അല്ലാഹു തആല ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും ബദരികൾക്ക്. ഇന്നി ഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തതിരിക്കുന്നു. ഫഫലു മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെയ്തോളെ. ബദരികൾക്ക് അല്ലാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് നിലനിർത്തുന്നുണ്ടോ ഉഹദിൽ എന്നാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. അല്ലാഹ് അറിയാതെയാണോ ഫസ്റ്റ് റൗണ്ട് വിജയവും സെക്കൻഡ് റൗണ്ട് പരാജയവും എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഇവിടുത്തെ അമിതവാദക്കാരെങ്കിലും തയ്യാറുണ്ടോ അങ്ങനെ പറയാൻ? സെക്കൻഡ് റൗണ്ടിൽ അവരെന്താ ചെയ്തത്? ഇവർ ഗനീമത്ത് മുതൽ പറക്കി കൂട്ടുന്ന തിരക്കിൽ ആ 50 പേര് റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനയെ പരിഗണിക്കാതെ അവരെ സ്വന്തം തീരുമാനമനുസരിച്ച് ഇറങ്ങി വന്നു. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത പിന്തുണ പിൻവലിച്ചു. പിന്നെ വരുന്ന എന്താണ്? പൊതു പിന്തുണയാണ്. അള്ളാഹിൻ്റെ പൊതുവിലുള്ള ഇടപെടലാണ്. ആ പൊതുവിലുള്ള ഇടപെടലിൽ ഖാലിദ് ബിൻ വലീദിൻ്റെ സൈന്യം തിരിച്ചു വന്നു. അവർ മനസ്സിൽ ധൈര്യം ഇട്ട് കൊടുത്തു. അല്ലാഹ് മുഅ്മിനീങ്ങളെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തു. മുഅ്മിനീങ്ങൾ ഓടി പിറകിൽ നിന്ന് ആക്രമിച്ചു. 70 മഹാവീരന്മാരായ സഹാബാക്കൾ ഷഹീദായി. അഷ്റഫുൽ ഖൽക്കിൻ്റെ പല്ല് ഷഹീദായി. അഷ്റഫുൽ ഖൽക്കിൻ്റെ നടു ഒടിഞ്ഞ് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണിട്ട് അഷ്റഫുൽ ഖൽക്കിൻ്റെ കവളത്ത് കുന്തം കയറി. ഇവിടെ മരിച്ചു വീണത് മുഴുവനും ബദരീങ്ങളാണെന്ന് നാം ഓർക്കണം. ബദരീങ്ങൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ബദരി എന്ന് പരിഗണിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അല്ലാഹ്ക്ക് അറിയേണ്ടതുള്ളൂ. അവർ ബദരീങ്ങളാണോ ഉഹദീങ്ങളാണോ ഇതൊന്നും അല്ലാഹ്ക്ക് അറിയണ്ട. അവർ മുസ്ലിമീങ്ങളാണോ കാഫിരീങ്ങളാണോ ഇതൊന്നുമല്ല അല്ലാഹ്ക്ക് അറിയേണ്ടത്. അല്ലാഹ്ക്ക് അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ. ഇത് ബദറിലും ഉഹദിലും അല്ലാഹു തആല പരീക്ഷിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാളെ വരെ വരുന്നവർക്ക് അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളുടെ സ്ഥിതി ഇതായിരിക്കും. ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളുടെ സ്ഥിതി ഭൂമിയിൽ ഇതായിരിക്കും. മറുപക്ഷത്ത് ജൂതന്മാരുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, അതേപോലെ തന്നെ ഹിന്ദുക്കളുണ്ടാവും, ഫാസിസ്റ്റുകളുണ്ടാവും, കമ്മ്യൂണിസ്റ്റുകളുണ്ടാവും, സയനിസ്റ്റുകളുണ്ടാവും. വളരെ ശക്തമായിരിക്കും. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ളവർ ആദർശം ക്ലിയർ ആണെങ്കിൽ ഇവരെ ആരെയും നിങ്ങൾ പേടിക്കേണ്ട. ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. നിർഭയത്വം നിങ്ങൾക്ക് ഞാൻ തരും. ആദർശം പാളിയാൽ പിന്നെ ഭൂരിപക്ഷത്തെ ആയിരിക്കും അള്ളാഹു നോക്കുക. അസ്ബാബായിരിക്കും പിന്നെ അള്ളാഹു നടപ്പിലാക്കുക. അഅ്മാൽ വിട്ട് അസ്ബാബുകളെ അള്ളാഹു തആല പരിഗണിക്കും. അസ്ബാബുകളെ പരിഗണിച്ചാൽ ആയുധം ജയിക്കും. അഅ്മാലുകളെ പരിഗണിച്ചാൽ ആദർശം ജയിക്കും. അസ്ബാബുകൾക്ക് വേണ്ടി അസ്ബാബാണ് ആയുധം. അസ്ബാബാണ് പ്രതിരോധത്തിനുള്ള ഉപകരണം മാത്രമാണ് ആയുധം. അനുഷ്ഠാനം അഅ്മാൽ അങ്ങനെയല്ല. ആയുധത്തെയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമാക്കി കിട്ടാനുള്ള ആയുധമാണ് അഅ്മാലുകൾ. ഇത് വളരെ കൃത്യമായി എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ് 1-2 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവം? റോം ക്രിസ്ത്യാനികളുടെ രാജ്യമാണ്. എല്ലാവർക്കും അറിയാം. റോം ഒരു സാമ്രാജ്യമാണ്. പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, അത് വേറൊരു സാമ്രാജ്യമാണ്. പേർഷ്യയും റോമും എപ്പോഴും പരസ്പരം യുദ്ധം ചെയ്ത് കൊന്നൊടുക്കുന്ന രീതിക്കാരാണ്. റോമിനെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാം മുഹമ്മദ് നബി വരാൻ സമയമായിട്ടുണ്ട് എന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത വിഷയം അതാണ്. തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൻ്റെ ആളായ ജൂതന്മാർക്കും അറിയാം മുഹമ്മദ് നബി വരാൻ സമയമായിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കഥ കേട്ടിട്ടേ ശീലമുള്ളൂ. അഖ്ബാറുകൾ പ്രമാണം വെച്ച് പഠിച്ച ശീലം നമുക്കില്ല. മദീനയിലാണ്
ജൂത സമൂഹത്തിലെ ചില ഗോത്രങ്ങൾ തെണ്ടിത്തിരിഞ്ഞു വന്ന് താമസമാക്കിയത്. ഖൈബറിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയതുപോലെ ഒരു വിഭാഗം യസ്രിബിലേക്കാണ് വന്നത്. ഫലസ്തീൻ മരുഭൂമിയിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞിട്ട് പിന്നെ എത്തിപ്പെട്ടതൊരു കൂട്ടം അവിടെയാണ്. അവിടെ അവർ തോട്ടങ്ങളും പാട്ടങ്ങളും ഉണ്ടാക്കി അവിടെ താമസമാക്കി. അതാണ് അഷ്റഫുൽ ഖൽക്ക് ഹിജ്റ പോകുമ്പോൾ അവിടെ ഉണ്ടായ ബനു ഖുറൈല, ബനു ഹുസൈമ, ബനു ഖൈനുക ഗോത്രക്കാരൊക്കെ അവരാണ്. അവരും മുശ്രിക്കീങ്ങളായ ഔസ് ഖസ്റജ് ഗോത്രക്കാരും എപ്പോഴും യുദ്ധമാണ്. നമ്മൾ പറഞ്ഞു അത്. ആ യുദ്ധത്തിൽ ചിലപ്പോൾ ജൂതന്മാർ ജയിക്കും, മുശ്രിക്കീങ്ങൾ തോക്കും. ചിലപ്പോൾ മുശ്രിക്കീങ്ങൾ ജയിക്കും, ജൂതന്മാർ തോക്കും. ഈ സന്ദർഭത്തിൽ കുട്ടികൾ പരസ്പരം കളിക്കുമ്പോഴും മറ്റൊക്കെ രണ്ട് വിഭാഗത്തിലെയും പിള്ളേർ കളിക്കുമ്പോൾ അടുക്കള വർത്തമാനം പറയുമായിരുന്നു. അതായത് സ്ത്രീകളും കുട്ടികളും അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന വിഷയമാണത്. അത്ര സിമ്പിളാണ് കാര്യം അവർക്ക്. എന്താണത് വിഷയം? മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രവാചകൻ വരാൻ സമയമായി. ആ മുഹമ്മദ് വന്നാൽ ഞങ്ങളൊന്നിച്ചാൽ, ഞങ്ങൾ വേദത്തിൻ്റെ ആളാണ്. ജൂതന്മാർ പറയും നിങ്ങളൊക്കെ കൂടില്ല, നിങ്ങൾ വേദത്തിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്, ജാറത്തിൽ വിശ്വസിക്കുന്നവരാണ്. വേദത്തിൽ വിശ്വസിക്കുന്നവർ വേറെ, ജാറത്തിൽ വിശ്വസിക്കുന്നവർ വേറെ. അതുകൊണ്ട് ഞങ്ങളൊന്നിച്ചാണ് ആ മുഹമ്മദ് കൂടുക. ആ മുഹമ്മദിനെയും കൂട്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആരാ പറയുന്നത്? നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ ആ ജനിക്കാനിരിക്കുന്ന മുഹമ്മദ് നബിയെ പറ്റി അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളും പറയുന്നു. എത്ര കൃത്യമായിട്ട് അവർക്ക് അറിയാമെന്നാണ് അത് മനസ്സിലാകുന്നത്. ചരിത്രം മൂടിവെക്കല്ല കൂട്ടരെ, അത്ര കൃത്യമായിട്ട് അവർക്കറിയാം അഷ്റഫുൽ ഖൽക്ക് നബി വരാനുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് ലോകം അറിയാൻ പാടില്ല. അതിനെങ്ങനെയെങ്കിലും മറച്ചു പിടിക്കണം. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ലോകത്ത് വിവരം കിട്ടാൻ പാടില്ല. അപ്പം മുഹമ്മദ് നബിൻ്റെ വരവ് അവർ പഠിക്കുകയായിരുന്നു. അതെ, ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്മായിലിൻ്റെ പരമ്പരയിൽ മുഹമ്മദ് വരും. അത് തൗറാത്തിലുള്ളതാണ്, ഇഞ്ചീലിലുള്ളതാണ്. വരുന്നത് മക്കയിലായിരിക്കും, കഅബാലയത്തിൻ്റെ തണലിലായിരിക്കും. ഇതൊക്കെ ജൂതൻ നസാറാക്കൾക്ക് നന്നായിട്ടറിയാം. ഈ രീതിയിൽ മുഹമ്മദ് വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം പോക്കാണ്. തൗറാത്തിൻ്റെ ആൾക്കാരായ ജൂതന് രക്ഷയില്ല, ഇഞ്ചീലിൻ്റെ ആൾക്കാരായ ക്രിസ്ത്യാനികൾക്കും രക്ഷയില്ല, ജാറത്തിൻ്റെ ആൾക്കാരായ മജൂസികൾക്കും മക്കത്തെ മുശ്രിക്കങ്ങൾക്കും രക്ഷയില്ല. മുഹമ്മദിൻ്റെ ആധിപത്യം അത്ര ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുഹമ്മദിൻ്റെ വരവേ ലോകമറിയാത്ത രീതിയിൽ മൂടിവെക്കാൻ സാധിക്കണം. അതിനെന്താണ് വഴി? നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിഷമിക്കാൻ തുടങ്ങിയതാണ് നസാറാക്കൾ, അവർ തലപ്പത്തിരിക്കുന്നവർ, ജൂതന്മാർ. അതിനവർ കണ്ടുപിടിച്ചത് എന്താ? അറബ് സംസ്കാരം എന്ന് പറഞ്ഞിട്ടൊന്ന് ലോകത്തുണ്ടാകാൻ പാടില്ല വരും നൂറ്റാണ്ടിൽ. കാരണം അറബ് സംസ്കാരവും ബനു ഇസ്രായേൽ സംസ്കാരവും, ബനുൽ അറബ് ഇസ്മായിൽ നബിൻ്റെ മക്കളാണ്, ബനു ഇസ്രായേൽ യാക്കൂബ് നബിൻ്റെ മക്കളാണ്. അപ്പം യാക്കൂബ് നബിൻ്റെ മക്കളും അഡ്രസ്സും മാത്രമേ ലോകത്ത് നിലനിൽക്കാവൂ. അതിൻ്റെ കേന്ദ്രം ഫലസ്തീനാണ്. മുഹമ്മദ് നബിൻ്റെ അഡ്രസ്സോ കാര്യമോ ഒന്നും നിലനിൽക്കാൻ പാടില്ല. അതിൻ്റെ കേന്ദ്രം മക്കയും കഅബയുമാണ്. അപ്പോൾ അതിനുള്ള വഴി എന്താ? അപ്പോഴാണ് അവർ കഅബാലയത്തെ പൊളിക്കാൻ തീരുമാനിക്കുന്നത്. കഅബാലയത്തെ പൊളിച്ചില്ലാതാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അത് ശൂന്യമായാൽ പിന്നെ അറബികളെ പറ്റി സംസാരിക്കാൻ ആരും തയ്യാറാവില്ല. കാരണം പിന്നെ ആരും അങ്ങോട്ട് പോകില്ല. കഅബം അവിടെ ഉള്ളത് കൊണ്ടാണ് ജനം അങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണ് റോമൻ ക്രിസ്ത്യാനികൾ കഅബത്തെ പൊളിക്കാൻ അബ്രഹത്തിനെ ഏൽപ്പിക്കുന്നത്. അബ്രഹത്ത് പട്ടാളത്തെ സഞ്ചരിച്ചു, ആനപ്പട്ടാളത്തെ, കുതിരപ്പട്ടാളത്തെ, കാലാൽ പട്ടാളത്തെ. അങ്ങനെ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന് ഈ വിഷയം പറഞ്ഞു കൊടുത്തു. അബ്ദുൽ മുത്തലിബ് അള്ളാൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അന്ന് അള്ളാൻ്റെ ഉലൂഹ്യത്തിനെ പറ്റി ചർച്ചയില്ല. കാരണം മുഹമ്മദ് നബി വന്നതിന് ശേഷമാണ് അള്ളാൻ്റെ ഉലൂഹ്യത്തിനെ പറ്റിയുള്ള ചർച്ച വരുന്നത്. അതുവരെ റുബൂബിയത്തിൻ്റെ ചർച്ച മാത്രമേ ഉള്ളൂ. ഖുറൈശികൾ അള്ളാൻ്റെ റുബൂബിയത്ത് നന്നായി അംഗീകരിക്കുന്നവരാണ്. അതിൽ അഗ്രഗണ്യനാണ് അബ്ദുൽ മുത്തലിബ്. അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാതെ ഒരു കാര്യം അബ്ദുൽ മുത്തലിബ് നടത്തുമായിരുന്നില്ല. ചരിത്രം പരിശോധിക്കാൻ പറഞ്ഞാൽ നമുക്ക് അള്ളാഹിനെ ഇടപെടിപ്പിക്കാതെ അബ്ദുൽ മുത്തലിബ് ഒരു കാര്യം നടത്തുമായിരുന്നില്ല. അള്ളാഹിനെ ഇടപെടിപ്പിക്കുന്നിടത്ത് ഉപ്പാപ്പ ഇബ്രാഹിം നബിയെയോ വല്യുപ്പ ഇസ്മായിൽ നബിയെയോ അതുപോലെയുള്ള മഹാന്മാരെയൊന്നും അബ്ദുൽ മുത്തലിബ് പഠിപ്പിക്കൂല. അള്ളാഹിനെ ഇടപെടിപ്പിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹിനെ മാത്രമേ ഇടപെടിക്കൂ. അതേസമയത്ത് അള്ളാഹിനെ അനുകൂലമാക്കിയെടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവരെ എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. മരിച്ചുപോയ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ജാറങ്ങളെ. അപ്പം അബ്ദുൽ മുത്തലിബ് അത്ര കൃത്യമായി അള്ളാഹിൻ്റെ
ഖാലിക്കിയത്ത്, മാലിക്കിയത്ത്, തദബ്ബുരിയത്തിനെ തദ്ബീറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയുന്ന ആളാണ്. അത് എന്താ ഇബ്രാഹിം നബിൻ്റെ പാരമ്പര്യത്തിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് ആണ് അന്ന് കഅബാലയത്തിൻ്റെ പരിപാലകൻ, കഅബാലയത്തിൻ്റെ ഇജാസിൻ്റെ ഭരണാധികാരി. മക്ക, മദീന മക്ക, തായിഫ്, ജിദ്ദ കൈകാര്യം ചെയ്യുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന് അബ്രഹത്ത് കത്തെഴുതി, ഞാനൊരു സൈന്യവുമായിട്ട് വരുന്നുണ്ട്, പ്രതിരോധിക്കാൻ നിന്നാൽ ഒരൊറ്റ കുട്ടിനെ ബാക്കി വെക്കില്ല. ഞങ്ങൾ ലക്ഷ്യം കഅബ പൊളിക്കലാണ്, ആൾക്കാരെ നശിപ്പിക്കലല്ല. കഅബ പൊളിക്കുന്നവരെ നിങ്ങൾ മാറി നിന്നോളണം, ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അബ്ദുൽ മുത്തലിബ് കത്ത് കിട്ടി വായിച്ച് ചീന്തി കൊട്ടയിലിട്ടു. അബ്ദുൽ മുത്തലിബ് ദിവസങ്ങൾ കാത്തു നിന്നു. അപ്പോഴേക്കും അബ്ദുൽ മുത്തലിബിൻ്റെ വിവരങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ അതേപോലെ തന്നെ ഒട്ടകക്കൂട്ടങ്ങളെ കൊള്ളയടിക്കാൻ പട്ടാളക്കാരെ ഏൽപ്പിച്ചു. വിവരം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ചോദിക്കാൻ വേണ്ടി പോയി. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയങ്ങളാണ്. അബ്ദുൽ മുത്തലിബോട് ചോദിച്ചു, നിങ്ങളെ കഅബത്തെപ്പറ്റി ഞങ്ങളിങ്ങനെ ഒരു വിവരം തന്നിട്ട് ഒരു മറുപടിയും തന്നില്ലല്ലോ. കഅബത്തിൻ്റെ റബ്ബ് കഅബത്തിനെ സംരക്ഷിച്ചുകൊള്ളൂ, ഞാൻ എൻ്റെ ഒട്ടകത്തെയും ആട്ടിൻകൂട്ടങ്ങളെയും ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ കഅബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? എൻ്റെ പ്രശ്നം ഞാൻ അതിൻ്റെ ഉടമസ്ഥനെ അറിയിച്ചോളാം. എത്ര സുന്ദരമാണ് കൂട്ടരെ അബ്ദുൽ മുത്തലിബിൻ്റെ ആ വിശ്വാസം, ആ കാര്യത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുക എന്നുള്ള വിശ്വാസം. ഇതൊന്നും നോവലല്ലല്ലോ, ഏതൊരു കഥാകാരൻ ഗണിച്ചെടുത്തതും അല്ലല്ലോ. അബ്ദുൽ മുത്തലിബിൻ്റെ ആടുമായിട്ട് അബ്ദുൽ മുത്തലിബ് തിരിച്ചു വന്നു. കുറേശ്ശെ കൂട്ടത്തെ ദാറുനത് വഴി യോഗം വിളിച്ചു, ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, ആരും ഒന്നിനും ഇടപെടേണ്ട, നിങ്ങൾ ജബൽ അബീ ഖുബൈസിൻ്റെയോ അല്ലെങ്കിൽ ഷാമിയ മലകളുടെയോ അല്ലെങ്കിൽ ജബൽ കഅബ മലകളുടെയോ താഴ്വാരത്തിലേക്ക് മാറി താമസിച്ചോളി, ബാക്കി ഞാൻ ആയിക്കോളാം പറഞ്ഞവരെ സമാധാനിപ്പിച്ച് അവരെ അയച്ചു. അബ്ദുൽ മുത്തലിബ് നേരെ കഅബത്തിൻ്റെ മുമ്പിലേക്ക് പോയി. പാതിരാ നേരത്ത്, അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിൻ്റെ പരിപാലകനായ അല്ലാഹുവേ, ഈ പരിശുദ്ധ ഭവനം പൊളിക്കാൻ ഇവർ തീരുമാനിച്ചു വരികയാണ്. നിനക്കൊരു പ്രശ്നവുമില്ല, നിൻ്റെ വീട് പൊളിച്ചതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിൻ്റെ ഇസ്സത്തിനൊരു കോട്ടവും തട്ടൂല, എൻ്റെ മാനം പോവും. ലോകചരിത്രം എഴുതി വെക്കും, എൻ്റെ കാലത്താണ് കഅബാലയം തകർക്കപ്പെട്ടത് എന്ന്. എൻ്റെ മാനം സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ ഖുറൈശികളെ സഹായിക്കണേ അല്ലാ. അബ്ദുൽ മുത്തലിബിൻ്റെ ദുആ, അള്ളാഹു ദുആ കബൂൽ ചെയ്തു. പ്രശ്നം അള്ളാഹു ഏറ്റെടുത്തു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ? അള്ളാഹു തആല ഈമാനും മുസ്ലിമും ഇസ്ലാമിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല ഇടപെടുക, പൊതുകാര്യത്തിൽ രാഷ്ട്രീയമായി അള്ളാഹു തആല ഇടപെടും. അവിടെ അള്ളാഹു തആല ഇന്ന ജാതി ഇന്ന മതം എന്ന് നോക്കാറില്ല, ആരാണതെന്നും നോക്കാറില്ല. വെറും ഒരു ആദർശത്തിന് വേണ്ടി മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാത്രം ഖബർ മുതൽ മീസാൻ കല്ല് മുതൽ അങ്ങോട്ട് നോക്കുന്ന പരിപാടി മാത്രമാണ് അള്ളാഹ്ക്ക് എന്ന് ഇവിടെ ഷിയാക്കൾ വെത്തിവെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മരിച്ചുപോയവരോ ഒന്നിക്കൽ മരിച്ചുപോയ മനുഷ്യർ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ, ഇതാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അപകടകരമായ ബോധമാണ്, ജൂതനുണ്ടാക്കിയെടുത്ത ബോധം. മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് ജൂതന് നിർബന്ധമുണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് ജൂതന് നിർബന്ധമുണ്ട്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഭൂമി സജീവമായാൽ ആകാശത്തിൻ്റെ കവാടം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അത് ജൂതന് തലവേദനയാണ്, അത് ജൂതൻ്റെ നാശമാണ്. കാരണം അവർക്ക് പാരമ്പര്യ ചരിത്രം അറിയാം. ഫറോവ നശിച്ചതും ഇസ്രായേൽ രക്ഷപ്പെട്ടതും അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ജൂതന്മാർക്കറിയാം. തോറ നന്നായിട്ട് വായിക്കുന്നവരാണ് അവർ. നമ്മൾ ഖുർആന് പകരം നോവൽ വായിക്കുന്നവരും ആണ്, അതാണ് വ്യത്യാസം. അവർക്ക് നന്നായിട്ടറിയാം അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. സമുദ്രം പിളർന്നത് നന്നായിട്ട് അവർക്കറിയാം. എന്നിട്ട് ഇസ്രായേൽ സമൂഹം രക്ഷപ്പെട്ടതോ അവർക്കറിയാം. ഇത് അള്ളാഹു മൂസ നബി, നമ്മളെ പ്രവാചകൻ മൂസ നബിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ആനുകൂല്യമാണ്. അപ്പോൾ ആകാശബന്ധം മുസ്ലിമീങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല എന്ന് ജൂതന്മാർക്ക് നന്നായിട്ട് അറിയാം, അനുഭവത്തിലെ വെച്ചത്തിൽ അറിയാം. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ തെറ്റിക്കുക എന്നുള്ളത് അവരുടെ ആജീവനാന്ത ശ്രമമാണ്. അവർ അള്ളാഹിനെ പേടിച്ചിട്ടാണ്. അള്ളാഹ് ഇടപെട്ടാൽ ജൂതൻ നശിക്കും. കാരണം ജൂതൻ പ്രഖ്യാപിത ശത്രുവാണ്, അള്ളാഹുവിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് ജൂതൻ. അത് അള്ളാഹ് കൈകാര്യം ചെയ്തിരിക്കും. ഇത് മനസ്സിലാക്കിയ സമൂഹത്തിന് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യക്കാരുടെ ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രക്കാരുടെ രാഷ്ട്രത്തിന് വേണ്ടി
ആ സമൂഹത്തിൻ്റെ ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹ് ഇടപെടുന്ന രീതി, പരിഗണിക്കുന്ന രീതി ഇതിൽ നമ്മൾ പരിശോധിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്ത്രങ്ങൾ, കഅബത്തെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾ. അബ്രഹത്തിൻ്റെ പട്ടാളം യമനിൽ നിന്ന് അറഫ വഴി മുസ്ദലിഫയിലെത്തി, വാദി മുഹസ്സറിൽ. ഇനി മക്കത്തേക്ക് വരണം. അപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിൻ്റെ ദുആ അനുസരിച്ച് പ്രശ്നത്തിൽ ഇടപെട്ടു. അർസല അലൈഹിം തൈറൻ അബാബീൽ. അല്ലാഹു അബാബീൽ പക്ഷികളെ നിയോഗിച്ചു. ആനക്കൂട്ടത്തിന് അനുസരണക്കേട് കൊടുത്തു. ആനകളുടെ റബ്ബ് ആനകളെ നിയന്ത്രിച്ചു. പിന്നെ പാപ്പമാർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അബാബിൽ പക്ഷികളെ റബ്ബ് അബാബിൽ പക്ഷികളെ കൺട്രോൾ ചെയ്തു. പിന്നെ അബ്രഹത്തിൻ്റെ പടക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി അവരെയാണ്. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ആർക്ക് വേണ്ടി? ആ കാലഘട്ടത്തിൽ ലൈല ഉലൂഹിയത്ത് പ്രബോധനം ചെയ്യുന്ന റസൂലില്ല, മുഹമ്മദ് നബി ജനിച്ചിട്ട് പോലുമില്ല. മറ്റ് പ്രവാചകന്മാരാരും ആ കാലഘട്ടത്തിൽ ഫത്രത്തിൻ്റെ കാലം എന്നാണ് ഉലമാക്കൾ അതിനെപ്പറ്റി പറഞ്ഞത്. പ്രവാചകന്മാരാരുമില്ല, ഉലൂഹിയത്തിനെ പറ്റിയുള്ള ചർച്ചയില്ല. എന്തുണ്ടെങ്കിൽ അള്ളാഹിനോട് മാത്രം എന്ന പ്രയോഗമേ അന്നില്ല. റബ്ബ് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ആയിരിക്കുമില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി ജനിച്ചതിന് ശേഷം ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓ മുഹമ്മദ് നബി, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് സേനകൾ ഉണ്ടാക്കി, സഖ്യസേനകൾ. എന്നിട്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും നശിപ്പിക്കില്ലാതാക്കാൻ വേണ്ടി വന്നാലും നിങ്ങൾ എന്തിനു വിഷമിക്കണം? നിങ്ങൾ പൂർണ്ണമായും എൻ്റെ ഇടപെടലിനെ കാത്തിരിക്കും. വസ്തുത് വഖ്തരിബ് കല്ലാ ലാ തുതിഉഹു വസ്തുത് വഖ്തരിബ്. അബൂജഹലിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞതാണ്. വളരെ കരുതിയിരിക്കും, ഒരു വിഷമവും വേണ്ട. എന്നിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുക്കണം അല്ലാഹു തആല. അലം തറ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കൈഫ ഫഅല റബ്ബുക്, നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, എന്തിനായിരുന്നു അന്നത് ചെയ്തത്? ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹലത്തശ് ശിതാഇ വസ്സൈഫ്. യമനിലേക്ക് ഉഷ്ണകാലത്തും യമനിലേക്ക് തണുപ്പ് കാലത്തും റോമിലേക്ക് ഉഷ്ണകാലത്തും കച്ചവടത്തിന് പോകുന്ന സംഘങ്ങളാണ് ഖുറൈശികൾ. ആ ഖുറൈശികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഇതല്ല പറയുമ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഖുറൈശികൾ ആരും മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളൊന്നും അല്ല, മുവഹിദീങ്ങളും അല്ല, റസൂലുള്ളാഹി ജനിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും അല്ലാഹു തആല ഖുറൈശി സമൂഹത്തെ പരിഗണിച്ചത് എന്തിനാണ്? ആ ഖുറൈശി കൂട്ടത്തിന് വേണം പിറകെ മുഹമ്മദുർ റസൂലുള്ളാഹി വരാൻ. ആ ഖുറൈശി കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇസ്ലാമിനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല കയാത്താക്കാൻ. ആ ഖുറൈശികൾ നശിക്കാൻ പാടില്ലെന്ന് അല്ലാഹുക്ക് നിർബന്ധമുണ്ട്. നേരെ മറിച്ച് അന്ന് ഖുറൈശികൾ ഏറ്റുമുട്ടാൻ, അബ്ദുൽ മുത്തലിബ് ഏറ്റുമുട്ടാൻ തയ്യാറായാൽ എന്താ സംഭവിക്കുക? യമൻ അതിൻ്റെ സാമ്രാജ്യമായ സിറിയ അല്ല, റോമിനൊന്നിച്ച് പേർഷ്യ, ഇവരെല്ലാം കൂടി ഖുറൈശികളെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചില്ലാതാക്കി കളയും. കാരണം കഅബാലയവും പോവും, കഅബാലയത്തോടൊപ്പം ഖുറൈശികളും പോവും. അപ്പോൾ ആ തരിശു ഭൂമിയായി മാറും ആ സ്ഥലം. ഇന്നത്തെ ഗസ പോലെ, ഇന്നത്തെ ഫലസ്തീൻ പോലെ തരിശു ഭൂമിയായി മാറും ആ നാട്. അത് നസറാക്കളെയും ജൂതന്മാരുടെയും സ്വഭാവമാണ്. അപ്പോൾ പിന്നെ മുഹമ്മദ് ഏടെ ജനിക്കുന്നു അദ്ദേഹിക്കുന്നു ആർക്കും ഒരു അഡ്രസ്സും കിട്ടൂല. പക്ഷെ അല്ലാഹു തആല ചരിത്രത്തെ നിലനിർത്തുന്ന രീതി നിങ്ങൾ പഠിക്കണം. റിഹലത്തശ് ശിതാഇ വസ്സൈഫ് ഖുറൈശികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നു വിഷയം വെച്ചുകൊണ്ട്. അതാണ് വിഷയം. നമുക്ക് ആദർശമാണ് വിഷയം. എന്താണ് ആദർശം? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അഖുറൈശികൾക്ക് ഇത് ഓർമ്മിപ്പിച്ചിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്. ഖുറൈശികൾക്ക് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. ഇവർ ഉപ്പാപ്പന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ കഅബാലയത്തിൻ്റെ റബ്ബിനെ വേണം നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ. നിങ്ങൾ എന്തിനാണ് ലാത്തനെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഉസ്സനെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മനാത്തെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബിയെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്മായിലിനെ വിളിക്കുന്നത്? നിങ്ങൾക്ക് ഈ റബ്ബിൻ്റെ, ഈ കഅബത്തിൻ്റെ റബ്ബ് പോരെ? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ റബ്ബല്ലേ നിങ്ങളെ സംരക്ഷിച്ചത്? അല്ലദീ അത്അമഹും മിൻ ജൂ. നിങ്ങൾ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ സംവിധാനം ഉണ്ടാക്കിയതായ അള്ളയല്ലേ. വആമനഹും മിൻ ഖൗഫ്. പേർഷ്യക്കാരെയോ റോമക്കാരെയോ ക്രിസ്ത്യാനികളെയോ ജൂതന്മാരെയോ പേടിക്കാതെ
ധൈര്യമായ ഒരു അസ്തിത്വത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്ന റബ്ബല്ലേ? ഇപ്പോൾ നിങ്ങൾ മുഹമ്മദ് നബി അള്ളാഹ് മാത്രം മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിരാകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുണ്ട് അള്ളാഹിൻ്റെ ഇടപെടലേ. ഈ രീതികൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ ആദർശം പഠിക്കാനുള്ളതാണ്, ആവശ്യം പഠിക്കാനുള്ളതല്ല. ദുനിയാവിൻ്റെ വസ്തുക്കൾ സംരക്ഷിക്കാനുള്ളതല്ല. ദുനിയാവിൻ്റെ വസ്തുക്കളെ അള്ളാഹു താല മനുഷ്യർക്ക് മൊത്തത്തിൽ തരാമെന്ന് ഏറ്റതാണ്. അവിടെ ജാതിയും അതും അള്ളാഹ്ക്കില്ല. ഇതെല്ലാം നമ്മുടെ അക്കീദ. അള്ളാഹ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പണ്ടേ അർത്ഥം വെച്ച് വെച്ചത്? രണ്ടാമത്തെ സംഭവം ഇത്രയും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം എന്താണ്? രാഷ്ട്രീയ കാര്യത്തിൽ അള്ളാഹ് ഇടപെടുന്ന രീതി നമുക്ക് പറഞ്ഞു തരികയാണ്. മൂന്നാം കക്ഷിക്ക് വേണ്ടി ഇവിടെ എല്ലാവരും മൂന്നാം കക്ഷിയുണ്ട് അള്ളാഹ്ക്ക്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രിസ്ത്യാനികൾ, റോം, യമൻ, അബ്രഹത്ത് ഇവർ രണ്ടാളെയും കൂടിക്കെട്ടിട്ട് അള്ളാഹു താല ഒരു മൂന്നാം കക്ഷി ഖുറൈശികൾ. ആ മൂന്നാം കക്ഷിയെയാണ് അള്ളാഹു താല ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ്. അല്ലേ ഖുർആന്റെ അർത്ഥം പിന്നെന്താണ്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെട്ട സംഗതി നടക്കൂല. ഇസ്ലാം രാഷ്ട്രീയക്കാരെ മാതിരി ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നവർക്ക് എന്തും പറയാം. അവരുടെ നാക്കിന് ലൈസൻസ് ഉണ്ടാവില്ല. നമുക്കത് പറ്റൂല. നമുക്ക് ആദർശത്തിൽ നിന്നുകൊണ്ടേ കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ രണ്ട് സംഭവങ്ങളാണ് പേർഷ്യയും റോമും തമ്മിൽ എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടും. പേർഷ്യ മജൂസികളാണ്, അവർ ജാറത്തിൽ വിശ്വസിക്കുന്നവരാണ്. റോം വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ജാറക്കാരും വേദക്കാരും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലാണ്. അങ്ങനെയാണ് അവസാനം ഒരു യുദ്ധം നടന്നു. റോം പരാജയപ്പെട്ടു, ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടു, വേദക്കാർ പരാജയപ്പെട്ടു, ജാറക്കാർ വിജയിച്ചു. ഇത് ഭയങ്കര ചർച്ചയായി ലോകം മുഴുവൻ. ഇന്നത്തെ കാലമല്ലല്ലോ. അന്നത്തെ കാലം പിന്നെ അങ്ങനെയാണ്. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്നത്തെ കാലം ചർച്ചയാകാൻ ഇപ്പോൾ കുറേ സമയം എടുക്കും. നല്ല ഖുറൈശി നല്ല ചർച്ചയായി. അബൂജഹൽ, വലീദ് അടക്കമുള്ള ഖുറൈശി പ്രമാണിമാർ ജാറക്കാരൊക്കെ കൂടി, പേർഷ്യക്കാരൊക്കെ രാഷ്ട്രീയമായിട്ട്. അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള മുസ്ലിമീങ്ങൾ വേദക്കാരൊക്കെ കൂടി. ഇവർ രണ്ടാളും ആദർശപരമായിട്ട് കൂടിയതല്ല. അവർ മതത്തിൽ വിശ്വസിച്ചിട്ട് മജൂസികളുടെ മതത്തിൽ വിശ്വസിച്ചിട്ടില്ല. ഖുറൈശികൾ ഇബ്രാഹിമി മതത്തിലുള്ളവരാണ്, മജൂസി മതത്തിലുള്ളവരല്ല, പേർഷ്യൻ മതത്തിലുള്ളവരല്ല, ഇറാനിയൻ മതത്തിലുള്ളവരല്ല. ഖുറൈശികൾ ഇബ്രാഹിമി മില്ലത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മതപരമായ ഒരു ഇടപെടലല്ല ഇത്, രാഷ്ട്രീയമായ ഇടപെടലാണ്. അതായത് പേർഷ്യൻ സമൂഹം അവരോടൊപ്പം ആദർശപരമായ യോജിപ്പുള്ളത് കൊണ്ട് ഖുറൈശികൾ അവരൊക്കെ കൂടി. ആദർശപരമായ യോജിപ്പുള്ളത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖും മറ്റും റോമിനൊക്കെയും കൂടി. എന്താണ് യോജിപ്പ്? ഇവർ ജാറത്തിൻ്റെ ആളാണ്, ഖുറൈശികൾ ജാറത്തിൻ്റെ ആളാണ്. റോമക്കാർ വേദത്തിൻ്റെ ആളാണ്, മുസ്ലിമീങ്ങൾ വേദത്തിൻ്റെ ആളാണ്, സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ളവർ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചർച്ചകൾ മക്കത്തരങ്ങേറി, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി. ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായി. ഇതാ ഞങ്ങളെ പാർട്ടി ജയിച്ചിരിക്കുകയാണ്, തൊട്ടടുത്ത് ഞങ്ങളെ പാർട്ടി ഇവിടെയും ജയിക്കും, അതോടുകൂടി മുഹമ്മദും കൂട്ടറിൻ്റെയും കഥ കഴിയും എന്ന് പറയാൻ തുടങ്ങി ഖുറൈശികൾ. സഹാബാക്കളാവട്ടെ വളരെ വെപ്രാളത്തിനും ബേജാറിലും കുറച്ച് പേരല്ലേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിൽ ഇടപെട്ടു. അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് എന്താ പറയുന്നത്? എന്താണ് അള്ളാഹുവിൻ്റെ രാഷ്ട്രീയ നയം ഈ കാര്യത്തിൽ ഉണ്ടായത്? എന്താണ് അള്ളാഹുവിൻ്റെ കാര്യം? ഇവിടെ ക്രിസ്ത്യാനികളെ ആദർശപരമായിട്ട് വല്ല സപ്പോർട്ടും കൊടുത്തു അല്ലാഹു തആല ക്രിസ്ത്യാനികൾക്ക്? അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം, റോം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നടക്കുന്ന പ്രശ്നത്തിൽ അഷ്റഫുൽ ഖൽക്കിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരുമാനം എടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹി വരണം. ഇന്നത്തെ മാതിരി ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന രീതിയിൽ നിന്നില്ല. അഷ്റഫുൽ ഖൽക്ക് തീരുമാനിക്കണം വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ത് വേണ്ട, അത് അംഗീകരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്ത് കാര്യമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിനെ അറിയിച്ചു, ഇതാണ് സംഭവം നടക്കാൻ പോകുന്നത്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അവരുടെ പരാജയത്തിന് ശേഷം തീർച്ചയായിട്ടും അവർ ജയിച്ചു വരും. ഫി ബിൽഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം ജയിച്ചു വരും. ലില്ലാഹിൽ അംറു, തീരുമാനങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. മിൻ ഖബിൽ, ഇതിനു മുമ്പും, വമിൻ ബഅദ്, ഇനി അങ്ങോട്ടും തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. റോമക്കാർക്ക് പ്രത്യേകമായ തീരുമാനമില്ല, പേർഷ്യക്കാർക്ക് പ്രത്യേകമായ തീരുമാനമില്ല. അവരെന്ത് തീരുമാനിച്ചാലും എൻ്റെ തീരുമാനമേ നടക്കുള്ളൂ. ലില്ലാഹിൽ അംറു മിൻ ഖബിലു വമിൻ ബഅദ്.
ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റോമിനെ പരിഗണിച്ചത് അവരുടെ ആദർശത്തെ മുസ്ലിമീങ്ങളോട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണോ? ഇതാ റോമിനെ അള്ളാഹ് അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ക്രിസ്ത്യാനികൾ ഏവത്ത് ചെയ്താൽ നിങ്ങളെ ഖുർആൻ തന്നെ പറയുന്നു, ഞങ്ങളുടെ ഭാഗത്താണ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലും കൂടി നമ്മൾ ആദർശം പഠിക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു തആല റോമിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ മാനുഷികമായ ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റിയുള്ള ഇടപെടൽ. അതിലൊരു മൂന്നാം കക്ഷി അല്ലാഹു തആല പരിഗണിക്കുന്നുണ്ടാവും. ഈ മൂന്നാം കക്ഷിക്ക് വേണ്ടി അല്ലാഹു തആല ഉപയോഗിക്കും ചിലപ്പം ജൂതനെ, ചിലപ്പം നസാറയെ, ചിലപ്പം ഫാസിസ്റ്റുകളെ, ചിലപ്പോൾ സയനിസ്റ്റുകളെ, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ. പക്ഷെ മൂന്നാം കക്ഷിയായിരിക്കും അല്ലാഹുവിന്റെ ലക്ഷ്യം. ആ മൂന്നാം കക്ഷി ആരാണ്? യൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, മുസ്ലിമീങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുമായിട്ട് വളരെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ. ആ ക്ലേശത്തിനൊടിയിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിലും സ്വസ്ഥത കിട്ടാതെ വന്നപ്പോഴാണ് അള്ളാന്റെ കൽപ്പന വരുന്നത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ. ഇവിടെയൊക്കെ അല്ലാഹു തആല ആദർശമാണ് പഠിപ്പിക്കുന്നത്, ഒരു വികാരമല്ല പഠിപ്പിക്കുന്നത്, ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ മുഹമ്മദ് മുസ്തഫ തങ്ങളടക്കം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, സഹാബാക്കൾ കൈകാര്യം ചെയ്ത് എങ്ങനെ, 100 മാർക്കോടെ അവർ ജയിച്ചു. അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെട്ടു, ബദറിൽ നല്ല വിജയം കരസ്ഥമാക്കി. അതിനെപ്പറ്റി അല്ലാഹ് പറഞ്ഞ യൗമൈദീൻ, പേർഷ്യക്കാരും റോമക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ റോമക്കാർ ജയിച്ചു വരുന്നത് പോലെ മുസ്ലിമീങ്ങൾ അന്ന് സന്തോഷിക്കും. യൗമൈദീൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. കാര്യം അള്ളാഹുവാണ് പ്രശ്നത്തിൽ ഇടപെടേണ്ടത്, അള്ളാഹുവാണ് കാര്യങ്ങൾ നയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. ആ അല്ലാഹു തആല അന്ന് മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുത്തു. ബദറിൽ മറുപക്ഷത്തുള്ള കിങ്കരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപ്പെടുത്തി. അവർ ചത്തുപിരിഞ്ഞു. അഷ്റഫുൽ ഖൽഖും സഹാബാക്കളും പൂർണ്ണമായ വിജയത്തോടു കൂടി തിരിച്ചു വരികയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാനതാ പറഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല രീതി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അള്ളാഹുവിന്റെ രീതി അത് തന്നെയാണ്. നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി. ഇവിടെ മൂന്നാം കക്ഷി ഫലസ്തീനികളാണ്. ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഫലസ്തീനികളാവട്ടെ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, ഭൂരിപക്ഷവും സലഫികളാണ്. അവരാണ് മരിച്ചൊടുങ്ങുന്നത്, അവരെയാണ് കൊന്നൊടുക്കുന്നത് യൂതന്മാര്. തീർച്ചയായിട്ടും മുസ്ലിം മനസ്സാക്ഷി ആദർശബോധമുള്ളവർ ഫലസ്തീനികളെ ഒന്നിച്ച് തന്നെയാണ്. ആർക്കാണ് സംശയം? എന്തിനാണ് സമൂഹത്തിന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയെടുക്കുന്നത്? എപ്പോഴാണ് ഇവർക്കൊക്കെ ഈ ഫലസ്തീൻ സ്നേഹം വന്നത്? ഈ 2023 ഒക്ടോബർ 7 ശേഷമല്ലേ ഇവർക്ക് ഫലസ്തീൻ സ്നേഹവും ജൂതവിരോധവും വരാൻ തുടങ്ങിയത്, സംസാരിക്കാൻ തുടങ്ങിയതും? നിങ്ങളാണോ ചൊല്ലി അബ്ദുള്ള മൗലവിയെ ഫലസ്തീൻ സ്നേഹം പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ. 1910, 20 കാലഘട്ടങ്ങളിൽ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരായിരുന്നില്ലേ ഫലസ്തീനികൾ? ആരാണ് ആ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത്? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വളരെ സ്വസ്ഥമായിരുന്നില്ലേ ഫലസ്തീനികൾ? ജൂതന്മാരുടെ അഡ്രസ് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ജൂതന്മാരാരെങ്കിലും ആ ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു 1910-കളിൽ? ജൂതന്മാർ വളരെ സമർത്ഥമായി നസാറാക്കളുടെയും അമേരിക്കയുടെയും അതേപോലെ തന്നെ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ്, സയനിസ്റ്റ്, ഫാസിസ്റ്റ് ഭരണാധികാരികളുടെയും ക്രൂരമായ അജണ്ടകൾ നടപ്പിലാകുകയായിരുന്നില്ലേ? എന്താണ് അവർ തുടങ്ങിയത്? ടൂറിസ്റ്റുകളായിട്ട് ഫലസ്തീനിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ചെറുപ്പക്കാരെ കടത്തിവിടുക. അവർ ടൂറിസ്റ്റുകളായിട്ട് കടന്നു വന്നു. നിഷ്കളങ്കന്മാരും മനുഷ്യസ്നേഹികളുമായ ഫലസ്തീനികൾ ആ ജൂതന്മാരായ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാരെ 2 കൈയിൽ നീട്ടി സ്വീകരിച്ചു. അത്തിമരത്തിന്റെ ചോട്ടിൽ, ജൈത്തൂൻ മരത്തിന്റെ ചോട്ടിൽ അവർക്ക് സുഖമായി താമസം ഒരുക്കി കൊടുത്തു. എന്താണ് അവർ ചെയ്തത്? കൂടെ കൂടെ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. അവർ നിഷ്കളങ്കരായ ഫലസ്തീനികളുടെ കയ്യിൽ നിന്ന് പൊന്നും വില കൊടുത്തിട്ട് സ്ഥലങ്ങൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെയല്ലേ ഫലസ്തീന്റെ ഭൂരിപക്ഷ സ്ഥലവും അവരുടെ കയ്യിലേക്ക് വന്നത്? ഇവർ വിറ്റതല്ലേ, ഇവർ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ? അങ്ങനെ 1917 ഏതാണ്ട് കുടിയേറ്റക്കാരെ പോലെ ടൂറിസ്റ്റുകളൊന്നും പറഞ്ഞ് സ്ഥലം വാങ്ങി താമസമാക്കി ഫലസ്തീനികളൊന്നും അറിഞ്ഞില്ല. കാരണം അവർ പൊതുവെ അന്ന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരല്ല, ആദർശരംഗത്ത് അത്ര തീവ്രമായ ശക്തിയുള്ളവരുമല്ല. അവർ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായിട്ട് സുഖമായി ജീവിക്കുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ തണലിൽ. ഇവർ 1917 സിയോൺ കുന്നിന്റെ ചോട്ടിൽ യോഗം കൂടി. ജൂതന്മാർ
ആ രഹസ്യ യോഗത്തിൽ അവർ തീരുമാനമെടുത്തു, നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. അതിനെന്ത് ചെറുത്തുനിൽപ്പ് സഹിക്കേണ്ടി വന്നാലും തയ്യാറല്ല. അങ്ങനെ ആ യോഗത്തിൽ വെച്ചൊരു പ്രമേയം പാസ്സാക്കി സയനിസ്റ്റുകൾ. അന്നാണ് അതുകൊണ്ടാണ് അവർക്ക് സയനിസ്റ്റുകൾ എന്ന് പേര് വന്നത്. എന്താണ് പ്രമേയം? അഖില ലോക ജൂതരെ സംഘടിക്കൂ, വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കൂ. അല്ലേ? ആരെങ്കിലും അറിഞ്ഞോ? മുസ്ലിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ വിഷയം? ഫലസ്തീനികൾ അറിഞ്ഞോ? അവർ വളരെ സമർത്ഥമായി പ്രമേയം ജൂതന്മാർ താമസിക്കുന്ന രാജ്യങ്ങളിലേക്ക് അയച്ചു. കൊച്ചിയിൽ വരെ വന്നു ആ പ്രമേയം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ വളരെ സമർത്ഥമായി ഫലസ്തീനിലേക്ക് ഒഴുകി. 1930 ഏതാണ്ട് കുറേ സ്ഥലങ്ങൾ, അവരുടെ കയ്യിൽ വന്ന സ്ഥലങ്ങൾ, ഇത് ഞങ്ങളെ രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. ജൂതരാജ്യം അല്ലേ? ആ പ്രഖ്യാപനത്തോടു കൂടിയല്ലേ ഫലസ്തീനികൾ ഉണരുന്നത്? ഈ ചെറുപ്പക്കാരെ ടൂറിസ്റ്റുകളായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സലഫി പണ്ഡിതന്മാർ അവരോട് പറഞ്ഞിരുന്നു, ഉലമാക്കൾ. ഷിഈ പണ്ഡിതന്മാർക്ക് അത് പറയാൻ കഴിയില്ല. കാരണം ഷിഈ പണ്ഡിതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസിനോട് താല്പര്യമില്ല. ഇറാൻ ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസിനോട് താല്പര്യമില്ല. മസ്ജിദുൽ അഖ്സയോട് താല്പര്യമില്ല. കഅബയും മസ്ജിദുൽ അഖ്സയും പൊളിക്കപ്പെടണം. എന്നിട്ട് കൂഫയിൽ ഒരു പള്ളി പണിയണം, കർബലയിൽ. അത് ലോകത്തിന്റെ മെഹ്റാബും ലോകത്തിന്റെ ഖിബലയുമാക്കി പ്രഖ്യാപിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ആയത്തുള്ള ഖുമൈനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ വിപ്ലവത്തിൽ അവർ ജയിച്ചപ്പോൾ, ഷീഈ വിപ്ലവത്തിൽ ഇസ്ലാമിസ്റ്റുകൾ തോക്കുകയും ഷീയിസ്റ്റുകൾ ജയിക്കുകയും ചെയ്തു. അന്ന് ഖുമൈനി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മുടെ ലക്ഷ്യം മക്കയും മദീനയും ആണ്. അത് തകർത്ത് തരിപ്പണമാക്കലാണ്. കഅബത്തോട് ഒരു കൂറുമില്ലാത്തവരാണ് ഷിയാക്കൾ. അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് മക്കയും മദീനയും വരും. മദീന വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബിന്റെ ഖബർ നമ്മൾ പൊളിക്കും. അതിൽ നിന്ന് അബൂബക്കറിനെയും ഉസ്മാനെയും ഉമറിനെയും നമ്മൾ എടുക്കും, എന്നിട്ട് തൂക്കിക്കൊല്ലും. അവർ അപകടകാരികളാണ്. ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ഇറാനി ഷിയാക്കൾ കാത്തിരിക്കുകയാണ്. ആ രീതിയിലാണ് അവർ ലോകത്തോട് സംസാരിക്കുന്നത്. അന്നും ഇന്നും സംസാരിക്കുന്ന അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഷീഇയ്യത്ത് ഇസ്ലാമികമല്ല, അതൊരു പ്രത്യേക മതമാണ്, കുഫ്റിന്റെ മതമാണ്. ഇവിടെ ഷീഇയ്യത്ത് മനസ്സിൽ വെച്ച് നടക്കുന്ന പുരോഹിതന്മാർ, അവർ കാസിമികളായിരിക്കാം, അസ്ഹരിമാരായിരിക്കാം, അല്ലെങ്കിൽ ബാക്കബിമാരായിരിക്കാം, അല്ലെങ്കിൽ സക്കാഫിമാരോ ദാരിമിമാരോ ആരായിരിക്കാം, എന്തോ ആയിരിക്കാം. സലഫിയ്യത്ത് എന്താണെന്നും ഷീഇയ്യത്ത് എന്താണെന്നും തിരിച്ചറിയാത്ത സമൂഹം ലോകത്തിന് നാശമാണ്. ഈ രീതിയിൽ ഒരു കാരണവശാലും ബൈത്തുൽ മുഖദ്ദസിനെയോ ഫലസ്തീനെയോ ഇറാനികൾ അംഗീകരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അലി അള്ളാഹു തആല ഉസ്മാനുള്ളാഹിന്റെ കാലം മുതൽ ജൂതനായ അബ്ദുല്ലാഹി ബിൻ സബ തുടങ്ങി വെച്ച ഷീഇയ്യത്ത്, അതിന്ന് ലോകത്ത് നീണ്ട് പരന്ന് കിടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ വചനമാണ്. അവരെ പാരമ്പര്യക്കാരാണ്. ഖിയാമത്ത് നാളിൽ മക്കത്തും മദീനത്തും നാശമായ നാശം മുഴുവൻ. കൂട്ടരെ വെറുതെ അങ്ങ് പറഞ്ഞു പോലെ കഅബം പൊളിക്കപ്പെടും. യഹൂദമൽ കഅബത്തു, കഅബം പൊളിക്കപ്പെടും. ആരുടെ കയ്യാൽ? ജൂതന്മാരുടെ കയ്യിലാണോ? നസാറാക്കളുടെ കയ്യിലാണോ? RSSകാരുടെ കയ്യിലാണോ? ആരുടെ കയ്യാലാണ് പൊളിക്കപ്പെടുക? ഒരു കല്ല് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ. സഹീഹ് മുസ്ലിമിൽ അഷ്റഫുൽ ഖൽഖ് കൃത്യമായിട്ട് പറഞ്ഞ ഹദീസില്ലേ, മദീന രാജ്യം വിജനമാക്കപ്പെടും. മദീന മസ്ജിദ് നബവിയുടെ ഒരു വാതിലിലൂടെ മൃഗങ്ങൾ കയറും, എന്നിട്ട് മറ്റേ വാതിലിലൂടെ ഇറങ്ങിപ്പോകും. ആ രീതിയിൽ മദീനയെ ഇവർ ശൂന്യമാക്കും. അതെ, മക്കയും മദീനയും ഷിയാക്കൾക്ക് താല്പര്യമല്ല. അവർക്ക് താല്പര്യം കർബലയാണ്, കൂഫയിലെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വിഴുകുന്ന എന്തിനാണ് കൂട്ടരെ? ഞാൻ ചോദിക്കുന്നതാ. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾക്ക് വേണ്ടി അനുതാപം പ്രവർത്തിക്കാൻ വേണ്ടി ഇറാനെ കിട്ടൂല. 1930 ജൂതരാഷ്ട്ര പ്രഖ്യാപനം വന്നപ്പോൾ ഫലസ്തീനികൾ നേരിട്ടു. ഫലസ്തീനികളും ജൂതന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. ക്രൂരമായ യുദ്ധങ്ങൾ നടന്നു. ഒരുപാട് മുസ്ലിമീങ്ങൾ മരിച്ചു തുടങ്ങി ഫലസ്തീനിൽ. ജൂതൻ കൊന്നൊടുക്കി. അവരുടെ രീതിയാണ്. ഇത് കൃത്യമാണ് കാര്യം. അഷ്റഫുൽ ഖൽഖ് അത്ര കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും കറങ്ങി. 1970 ആകുമ്പോഴേക്കും രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെയും അതുപോലുള്ള രാജ്യങ്ങളുടെയും ഇവരെല്ലാം കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ UNO ഇസ്രായേലിന് വേണ്ടി ആ രാജ്യം പ്രഖ്യാപിച്ചു കൊടുത്തു ജൂതന്മാർക്ക് വേണ്ടി. അറബ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു 1970-കളിൽ. അന്ന് ഉലമാക്കൾ പറഞ്ഞു ഇവരോട്, ഇവരെ അടുപ്പിക്കരുത്, ഇവർ അപകടകാരികളാണ്.
ഇവർ അപകടകാരികളാണ്, ഇവരെ അടുപ്പിക്കരുത്. ഇത് നിങ്ങൾക്ക് ഭാവിക്ക് വലിയ ദോഷം ചെയ്യും. അന്ന് അറബി പെണ്ണുങ്ങളടക്കം ഉലമാക്കളെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ പർദ്ദ ധരിപ്പിച്ച് അടുക്കളയിൽ കൂട്ടുകയായിരുന്നു, ഞങ്ങൾക്ക് ജീവിതം എന്താണെന്ന് പഠിച്ചത് ഞങ്ങൾ ഇപ്പോഴാണ്. ശരിയാ, മിനി സ്കേർട്ട് ഇട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും തേച്ച് കണ്ണിൽ മഷി എഴുതി മുടി ബോബ് ചെയ്ത് അത്തിമരത്തിൻ്റെയും ജൈത്തൂൻ മരത്തിൻ്റെയും ചോട്ടിലൂടെ വിലസാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തു. അവർ അത്രമാത്രം ഫ്രീ ആക്കി കൊടുത്തു അവർ, ഈ ചെറുപ്പക്കാർ അല്ലേ. അന്ന് ഉലമാക്കൾ അവരോട് പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ലേ? അന്നെന്താ ഉലമാക്കൾ ഇവർ പറഞ്ഞത്? നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അംബിയ മുർസലീങ്ങളെ പേരക്കുട്ടികളാണ്, നിങ്ങൾ പാരമ്പര്യക്കാരാണ്, നിങ്ങൾ നബിമാരെ പേരക്കുട്ടികളാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങളെ നശിപ്പിക്കാനാണ് ഇവർ ഒരുങ്ങുന്നത്, നിങ്ങൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യരുത്, നിങ്ങൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത് അവരാണ്. ഇതും പറഞ്ഞിട്ടല്ലേ അവർ അന്നല്ലേ ഉലമാക്കളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ട് മുഖത്ത് ആട്ടിവിട്ടത് അവർ. പിന്നെ നാം കാണുന്നത് എന്താ? 1970-കൾക്ക് ശേഷം ആട്ടിയിറക്കപ്പെട്ട ഫലസ്തീനികൾ. 980 അവസാനം ഹജ്ജിൻ്റെ സമയം ഞങ്ങൾ കഅബത്തിന് ചുറ്റും നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങൾ കഅബത്തിന് ചുറ്റും നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അന്ന് 80 വലിയ സ്ട്രിക്റ്റൊന്നുമില്ല, മക്കത്തും മദീനത്തൊന്നും എല്ലാം. പക്ഷേ അതേ അവസരത്തിൽ ധാർമ്മികമായ ശർഈയായ സ്ട്രിക്റ്റ് ഭയങ്കരമാണ്. അന്ന് നാടൻ ക്യാമറയാണ്, അപ്പോൾ അത് നോക്കാൻ പറ്റില്ല പോലീസുകാർ, അത്ര സ്ട്രിക്റ്റായിരുന്നു. സഫിൻ്റെ ഇടയിലൂടെ സ്ത്രീകൾ ഇങ്ങനെ വരുന്നു, നല്ല വെളുത്ത പർദ്ദ ധരിച്ച്, മുഖവും മറച്ച്, കയ്യിൽ കൈക്കുഞ്ഞ്. അതെന്താണെന്നറിയാം ഞങ്ങൾക്ക്, എനിക്ക് ഇത് തോന്നി, ആവേശം. അവരടുത്തെത്തി, അവരെ കൈ പുറത്തേക്ക് ഇട്ടിട്ടും പുറത്തേക്കുള്ളിൽ പുറത്തിട്ടിട്ട് അവർ വിളിച്ചു പറയുന്നു, യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ, യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ. ഇത് ചരിത്രം വായിച്ചെടുത്തതല്ല, ഷൊയ്ലി അബ്ദുള്ള മൗലവി കണ്ണുകൊണ്ട് കണ്ട കാര്യമായി പറയണത്. 1980-കളിൽ 40-45 കൊല്ലം മുമ്പ്, അന്ന് നീ പറയുന്നവനൊന്നും ജനിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ, ഒരു റിയാലിത, അര റിയാലിത, ഞാനും എൻ്റെ കുഞ്ഞും കഞ്ഞുടിക്കട്ടെ. ഞങ്ങളെല്ലാം കൊടുത്തു, ഒരു റിയാലി. എൻ്റെ മനസ്സിൽ നൊന്തു, എൻ്റെ മനസ്സിലത് തട്ടി. ഞാൻ തിരിച്ചു വന്നു. ഞാൻ സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബാണ്, തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബാണ്. ആ ഖുതുബയിൽ ഞാൻ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു, ആ ഫലസ്തീനിലെ മക്കളോട് നമുക്ക് സഹതാപം കാണിക്കണം. ആ പെണ്ണുങ്ങളോടും കുട്ടികളോടുമാണ് നമുക്ക് സ്നേഹമുണ്ടാവേണ്ടത്. അതെ, ഫാത്തിമാനോടുള്ളതുപോലെ, ഫാത്തിമാൻ്റെ മക്കളോടുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നാം ജൂതന്റെ പ്രോഗ്രാമുകൾ നിർത്തിവെക്കണം. ജൂതൻ പഠിപ്പിച്ച കല്യാണ രീതി അവസാനിപ്പിക്കണം. ജൂതൻ പഠിപ്പിച്ച വസ്ത്ര രീതി അവസാനിപ്പിക്കണം. ജൂതൻ പഠിപ്പിച്ച വിദ്യാഭ്യാസ രീതി അവസാനിപ്പിക്കണം. 1980-കളിൽ തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചതാ ഷൊയ്ലി അബ്ദുള്ള മൗലവി. നിങ്ങൾക്ക് ഒക്ടോബർ 7 ശേഷമാണ് ജൂതവിരോധം വന്നത്. അബ്ദുള്ള മൗലവി ബുദ്ധി വന്ന കാലം മുതലേ ജൂതന്റെ ശത്രുവാ. ആ രീതിയിൽ മിമ്പറിൽ ഗർജിച്ചു ഞാൻ. അന്ന് 27-26 വയസ്സ് പ്രായമാണ് എനിക്ക്. ഞാൻ പറഞ്ഞു, കല്യാണം ബഹിഷ്കരിക്കണം, ജൂതൻ പഠിപ്പിച്ച സ്ത്രീധനം അവസാനിപ്പിക്കണം. സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നത് ആ ഭക്ഷണം ഹറാമായ ഭക്ഷണമാണെന്ന് പ്രഖ്യാപിച്ചു ഞാൻ. അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാർ കല്യാണത്തിൽ പങ്കെടുക്കരുത്, കാളിമാരും കത്തിയുമാരും അതിനെ ബഹിഷ്കരിക്കണം. സ്ത്രീധനം വാങ്ങിയിട്ട് ബിരിയാണി വെച്ച് കല്യാണം കഴിക്കുന്നവന്റെ ചോറ് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ പെണ്ണിന്റെ ബാപ്പാന്റെ ചോരന്റെ ഗ്രൂപ്പ് മനസ്സിലാവുമെന്ന് പറഞ്ഞു ഞാൻ അന്ന്. ഇന്ന് പറഞ്ഞതല്ല, ഒക്ടോബർ 7 ശേഷം പറഞ്ഞതല്ല. 1980-കളിൽ പറഞ്ഞത്, 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ. അന്ന് ഞാൻ തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബ. അന്ന് ഇസ്ലാം പാർട്ടിക്കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരും വന്നിട്ടുണ്ട്. ബഹിഷ്കരിച്ചു ഞാൻ. എനിക്കെതിരായിട്ട് അവരെന്ത് ചെയ്തെന്നറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ നോട്ടീസ് അടിച്ചു, വെല്ലുവിളി നോട്ടീസ്. ചൊയലി തയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു ഫിഖിന്റെ കിതാബ് നോക്കി സ്ത്രീധനം ഹറാമാണ് എന്ന് തെളിയിക്കാൻ ചൊയലിക്ക് കഴിയുമോ? വെല്ലുവിളി നോട്ടീസ്. ഈ പറയുന്നവരൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല എന്ന്. വെല്ലുവിളി നോട്ടീസ്, സ്ത്രീധനം ഹറാമാണെന്ന് തെളിയിക്കാൻ. കാരണം അത്ര ശക്തമായിട്ടാണ് ഞാൻ സ്ത്രീധനത്തിനെതിരായും ആർഭാട കല്യാണത്തിനെതിരായും എൻ്റെ വികാരം ഈ ഫലസ്തീനാണ്.
അനുവദിച്ചില്ല. ഞാൻ ഖത്തീബ് എന്നുള്ള നിലക്ക് കല്യാണം ബഹിഷ്കരിച്ചു. ഞാൻ മിന്നുന്ന ബൾബൂട്ട് ജൂതൻ പഠിപ്പിച്ചെന്ന രീതിയിൽ വിവാഹവും കഴിച്ച് പന്തലും കെട്ടി വെക്കുന്ന കല്യാണത്തിന് പോയില്ല. ഞാൻ കഴിക്കണോ? പള്ളിയിലേക്ക് വാ, വീട്ടിലേക്ക് വരൂല. ഞാൻ ബഹിഷ്കരിച്ചു. എനിക്ക് കൂറ് ഫലസ്തീനികളോടാണ്, ഫലസ്തീനിൽ ആട്ടിയിറക്കപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട്. അതെൻ്റെ മനസ്സിൽ വികാരമായി നിലനിൽക്കുന്നു. അന്ന് എനിക്കെതിരായിട്ട് ജൂതന്റെ ഏജൻസികളായ, ജൂതനെ പ്രോത്സാഹിപ്പിച്ച, അമലുകളെ കൊണ്ട് ജൂതനെ തൃപ്തിപ്പെടുത്തിയ ഈ സമൂഹം എനിക്കെതിരെ നോട്ടീസ് അടിച്ചു. അങ്ങനെ സ്റ്റേഡിയത്തിൽ എനിക്കെതിരെ സമ്മേളനം നടത്തി. അന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ് വന്നതെന്ന് പിളർന്നിട്ടില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടെന്ന് പ്രസംഗിച്ചു. അന്ന് ഒരു തബ്ലീഗിന്റെ സമ്മേളനം ബാംഗ്ലൂർ നടക്കുന്നുണ്ടായിരുന്നു. ആ വെല്ലുവിളി നടന്ന ദിവസം ഞാൻ ആ സമ്മേളനത്തിന് പോയി. ഇവരെന്നിട്ട് നോട്ടീസ് ഇറക്കി, ചുഴലി മുങ്ങി. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു ആ സ്റ്റേജിൽ വെച്ച്, എവനാടാ ഈ ചുഴലി? നിന്റെ ബാപ്പയാണടാ ശ്രീധരൻ മറാം എന്ന് പറഞ്ഞത്. പൊളിച്ച തെറി പറഞ്ഞു ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഞാൻ എൻ്റെ രീതിയിൽപ്പെട്ടതല്ല പേര് പറയാൻ, പക്ഷേ ഇനി ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് കുറേ പറയാനുണ്ട് ഉമ്മത്തിനോട്. പേരോ സംഘടനൻ്റെയോ പേര് വന്നിട്ട് പ്രബോധനം നടത്തുന്ന രീതി എനിക്കില്ല. എനിക്ക് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതനുസരിച്ച് നീങ്ങും ഞാൻ മുന്നോട്ട്. ബിസ്മില്ല. അതൊരു പക്ഷെ സഹിച്ചില്ല എന്ന് വരും. ആയിരിക്കുമെന്നറിയുമോ? മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, സയൻസിനെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാ ഇലാഹ തള്ളി ഇല്ലല്ലയെ പ്രകടിപ്പിക്കുന്നവർ, ഇവർക്കൊക്കെ അസഹ്യമായി വരും ഞാൻ എൻ്റെ ശബ്ദം. അതെ, ഇവരൊക്കെ എൻ്റെ ശബ്ദത്തെ അവസാനിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം എന്താണ് കാര്യമെന്ന്. അന്ന് ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് മിണ്ടാൻ കഴിഞ്ഞോ? മിണ്ടിയോ ആരെങ്കിലും? എന്നിട്ട് എന്താ സംഭവിച്ചത്? 1980-കൾക്ക് ശേഷം ഷാബാനു കേസുമായി പ്രശ്നങ്ങൾ ഉണ്ടായി. അബുൽ ഹസൻ അലി നദ്വിയുടെ നേതൃത്വത്തിൽ ശരീഅത്ത് സംരക്ഷണ സമിതി ഉണ്ടാക്കി. അവര് കേരളത്തിലേക്ക് വന്നപ്പോൾ കോഴിക്കോട്ട് സ്വീകരണം വെച്ചു. ആ സ്വീകരണത്തിൽ മുഖ്യപ്രഭാഷകൻ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സ്ത്രീധനത്തിനും ആർഭാട കല്യാണത്തിനും എതിരായിട്ട് സംസാരിച്ചു. അല്ലേ? അതെന്നല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ 5 കൊല്ലം മുമ്പ് മിമ്പറിൽ വെച്ച്. എനിക്കെതിരായി എന്താ കാര്യം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 11ാമത്തെ ഫത്വയുണ്ട്, സ്ത്രീധനം ജായിസാണ് എന്ന്. ധൈര്യമുണ്ടോ ഇപ്പോൾ പറയാൻ? ജായിസാണെന്ന് പറയാൻ? സ്ത്രീധനത്തിന്റെ പേരില് ആണും പെണ്ണും മരിച്ചൊടുങ്ങുന്ന, ഉമ്മയും ബാപ്പയും മരിച്ചൊടുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ ചുഴലി അബ്ദുൽ മൗലവി 40 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ ദുരിതം അവസാനിക്കയില്ലെന്ന്. ആ ദുരിതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? രണ്ടാമത് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ? അന്ന് സ്റ്റേഡിയം പള്ളിയിലെ ഖുതുബയിൽ വെച്ച് എന്താണ് ബഫേ സമ്പ്രദായം? ആരതാണ് ബഫേ? ഡോക്ടർ ബഫേ ജൂതൻ 986-ൽ സ്റ്റേഡിയം പള്ളിയിലെ പള്ളിന്റെ പ്രസിഡന്റ് ഹജ്ജിന് പോകുമ്പോൾ അയാളെ വീട്ടിലൊരു സൽക്കാരം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബഫ കാണുന്നത്. ബന്നോൻ മൃഗങ്ങളെ പോലെ 2 കാലിൽ നിന്നിട്ട് കോരി തിന്നിട്ട് പോകുന്ന പരിപാടി. അത് ഞാൻ അന്നിട്ട പേര് വന്യമൃഗ സംസ്കാരം എന്നാണ്. പോത്തിനെയും ആട്ടിനെയും അറുത്തിട്ട് സിംഹം താമസിക്കുന്ന കൂട്ടിലേക്ക് ഇറക്കി വിട്ടുകൊടുത്താൽ എല്ലാവരും ഒന്നിച്ചു വന്നിട്ട് കടിച്ചു പറിക്കും. കിട്ടിയോ ഒറ്റക്കൊറ്റ പോയി തിന്നും. ഇതല്ലേ വന്യമൃഗങ്ങളുടെ രീതി? അതിന് ഞാൻ ഇന്ന് വന്യമൃഗ സംസ്കാരമാണ്. കൊല്ലം 45 കൂട്ടരെ, 45 കൊല്ലമായി, ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അന്ന് ആ ബഫേ മൃഗസംസ്കാരമാണെന്നും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ കൊല്ലാൻ ജൂതം നടപ്പിലാക്കിയതാണെന്നും അതുകൊണ്ട് ബഫേ ഉമ്മത്തിന് യോജിച്ചതല്ലെന്നും ഞാൻ പ്രസംഗിച്ചു മിമ്പറിൽ വെച്ച്. ആൾക്കാർ പറയും ഞാൻ അന്നേ സമസ്തക്കാരനാണില്ല. ഒരിക്കലും ഞാൻ സമസ്തക്കാരനായിരുന്നില്ല. കാരണം ഞാൻ 17ാമത്തെ വയസ്സ് മുതൽ ഖുത്ബ നിർവഹിക്കാൻ തുടങ്ങിയവനാണ്. 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഖുത്ബ പരിഭാഷ നടത്താൻ തുടങ്ങിയവനാണ്. അതുകൊണ്ട് സമസ്തക്കാരൻ എന്നെ അടുപ്പിച്ചിട്ടില്ല. ഇതൊന്നും ഇന്ന് ജീവിക്കുന്ന മരമണ്ടൂസന്മാർക്ക് തിരിയില്ല. പത്രമെഴുത്തുകാർക്കും ഈ യൂട്യൂബിലൂടെ ജീവിതം നയിക്കുന്നവർക്കും തിരിയില്ല. യൂട്യൂബ് ഉപയോഗിച്ച് ഹരം തീർക്കുന്ന ദാരിമികൾക്കോ സക്കാഫികൾക്കോ അതേപോലെ തന്നെ ബാക്കവികൾക്കോ കാസിമികൾക്കോ അസീരികൾക്കോ ഒന്നും തിരിഞ്ഞുള്ളൊന്നില്ല. അന്ന് ഞാൻ ഘോരമായ സമരം നടത്തി ബഫയ്ക്കെതിരെ. അന്ന് ഇന്നത്തെ ഇസ്ലാം പാർട്ടിക്കൻ, അന്നത്തെ ഉൽപ്പതിഷ്ണു വിഭാഗം അവർ പറഞ്ഞു ചോയില് യാഥാസ്ഥികൻ. ഇതൊക്കെ യാഥാസ്ഥികന്മാരുടെ പരിപാടിയാണ്. ഇതൊക്കെ കാലഘട്ടത്തിന് ആവശ്യമല്ലേ? മുതലാളിമാരുടെ വീട്ടിൽ കല്യാണത്തിന്റെ പേരും പറഞ്ഞ്
കല്യാണ വീട്ടിൽ ചെന്നിട്ട് കിട്ടിയത് കോരി തിന്നിട്ട് ഏടെങ്കിലും പോയി നിന്ന് തിന്നുന്ന വന്യമൃഗ സംസ്കാരം. ആ സംസ്കാരം ഉൽപ്പതിഷ്ണോ വിഭാഗം അന്ന് പറഞ്ഞത് സംസ്കാരം എന്നാണ്. ജൂതൻ പഠിപ്പിച്ച സംസ്കാരത്തെ ജീവിപ്പിച്ച മഹാഭൂതങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണോ എനിക്ക് ജൂതവിരോധം പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ എനിക്ക് ജൂതവിരോധം പഠിപ്പിക്കുന്നത്? അന്ന് തീരുമാനിച്ചതാണ് ഷുഐലി അബ്ദുള്ള മൗലവി, ജൂതന്റെ ഒരു സംസ്കാരത്തിനും നിന്നുകൊടുത്തുകൂടാ. അവരല്ലേ ഇവിടുത്തെ മിനി സ്കേർട്ട് സമ്പ്രദായം ഉണ്ടാക്കിയത്? ഈ സമുദായം അത് ഏറ്റെടുത്തില്ലേ? ചുണ്ടിൽ ലിപ്സ്റ്റിക്കും വെച്ച് ബാലിക്കാത്തി പെമ്പിളറെ വെച്ചുകൊണ്ട് പരിപാടികൾ നടത്തിയത് ആരായിരുന്നു? ജൂതം പഠിപ്പിച്ച സംസ്കാരം നിലനിർത്തിയത് ആരായിരുന്നു? ഇവിടെ ഇസ്ലാം പാർട്ടിക്കാരായിരുന്നില്ലേ? ഈ ഉൽപ്പതിഷ്ഠികളായിരുന്നില്ലേ? ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂടി തലശ്ശേരിയിൽ കാർണിവൽ ഉണ്ടായി. തലശ്ശേരി കാർണിവലിൽ ഞാൻ അന്ന് മിമ്പറിൽ വെച്ച് ഖണ്ഡിച്ചു. മുതലാളിമാരെല്ലാം അതിനെ അനുകൂലിച്ചു. കച്ചവടം നടക്കുന്നതിന്റെ പേരിൽ ഈ കാർണിവൽ ജൂതം പഠിപ്പിച്ച കാർണിവലാണ്. ഇസ്ലാമിനെ കൊല്ലാൻ, ആണിനെയും പെണ്ണിനെയും നിയന്ത്രണമില്ലാതെ പാതിരാ നേരത്ത് റോട്ടിലിറക്കാൻ വേണ്ടി ജൂതൻ ഉണ്ടാക്കിയതാണ്. ഇത് ഹബീബായ മുത്തിന്റെ മനസ്സ് നോവും, സഹാബാക്കളെ മനസ്സ് നോവും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ നമ്രൂദ് ഉണ്ടാക്കിയ കാർണിവലാണ്. ആ കാർണിവലിനോടനുബന്ധിച്ച് ഗോവയിൽ ജൂതൻ ഉണ്ടാക്കിയ കാർണിവലാണ് ഗോവ കാർണിവൽ. ആ ഗോവ കാർണിവലിനനുബന്ധമായി അന്ന് തലശ്ശേരി സബ് കളക്ടറാണ് തലശ്ശേരി കാർണിവൽ ഉണ്ടാക്കിയത്. അങ്ങനെ തലശ്ശേരി ടൗൺ മുഴുവനും അലങ്കരിച്ച് ആണും പെണ്ണും രാവും പകലും 3 ദിവസം തെണ്ടി തിരിഞ്ഞു തലശ്ശേരി തെരുവിലൂടെ. ആണെന്നില്ലാതെ പെണ്ണില്ലാതെ ഹബീബിന്റെ മുത്തിന്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ട് ജൂതൻ ചിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ആ മിമ്പർ വെച്ച് ഗർജിച്ചു, ഈ കാർണിവലിനെതിരിൽ അത് നടക്കയില്ലെന്നും പറഞ്ഞിട്ട്. അന്ന് എനിക്ക് കെ സാഹിബ് ഉണ്ടെന്ന്, മമ്പു കെ സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലം ഇസ്ലാമികമായ ആവേശങ്ങൾ എനിക്ക് ഒരു ബാപ്പാനെ പോലെ ഉപദേശിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ ഒരു ബാപ്പാനെ പോലെയാണ് മമ്മു കെ സാഹിബ്. അദ്ദേഹമാണ് എന്നെ ഖത്തീബാക്കുന്നത് സ്റ്റേഡിയം പള്ളിയിൽ. അന്ന് ഈ ഉൽപ്പതിഷ്ണ വിഭാഗം പറഞ്ഞത് എന്താണ്? ചൊയ്ലി യാഥാസ്ഥികനാണ്, ചൊയ്ലിക്കൊന്നും തിരിയില്ല, ചൊയ്ലി മൊയ്ലിയാരാണ്, ദർസിൽ കിതാബ് ഓതി പഠിച്ച മൊയ്ലിയാരാണ്, അതുകൊണ്ട് ചൊയ്ലിക്ക് ഇത് തിരിയില്ല. ഇതൊക്കെ സമൂഹത്തിന് ആവശ്യമല്ലേ, സന്തോഷമല്ലേ എന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത്? നിങ്ങളാണോ എനിക്ക് ജൂതവിരോധം പഠിപ്പിക്കുന്നത്? അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് കല്യാണം നടക്കുന്ന എങ്ങനെയായിരിക്കും. കല്യാണം മുഴുവനും ബഹിഷ്കരിച്ചു ഞാൻ. കല്യാണത്തിന് ഭൂഷ മുതലാളിമാരെ വീട്ടിൽ കല്യാണ പന്തലിൽ ചെല്ലുന്ന പരിപാടിയില്ല, എല്ലാം നിർത്തി. എനിക്ക് ഫലസ്തീനി മക്കളോടുള്ള സ്നേഹം ഞാനത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു. അന്നും ഇന്നും 40 കൊല്ലമായി, ഇന്നും അത് തുടരുന്നു. ഒക്ടോബർ 7 ശേഷമല്ലേ നിങ്ങൾക്ക് ജൂതവിരോധം വന്നത്? ജൂതൻ എന്താണ് ഏതാണെന്ന് വീടാന്തരം കയറി ഇറങ്ങി പ്രസംഗിച്ചവനല്ല ഞാൻ. അന്ന് അത് പ്രസംഗിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്നെ കൂട്ടിക്കൊണ്ടുപോകാറില്ലേ? അത് പ്രസംഗിക്കാനല്ലേ തബലീഗുകാർ എന്നെ കൂട്ടി നടത്തിയത്? അത് പ്രസംഗിക്കാനല്ലേ അന്ന്? പക്ഷെ അന്നും എന്നെ മുജാഹിദീകൾ അടുപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്ന് 2 കൈയും നീട്ടി അവരെന്നെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖദറാണ്. ഖദർ അല്ലാഹു മാ ശാ ഫഅൽ. പല പരിപാടിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്നെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അവരുടെ ലക്ഷ്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലേ സംഭവിച്ചതോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ? അന്നത്തെ ഫലസ്തീൻ മക്കളെ മനസ്സിലുള്ള കുത്തു നോവ്. യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ. 10 ആൺകുട്ടികളെ കെട്ടിച്ചു കൂട്ടരെ ഞാൻ. ഈ ഫലസ്തീൻ സ്നേഹികളോടും ഈ ജൂതവിരോധികളോടും ഞാൻ ചോദിക്കട്ടെ, ഈ 10 ആൺമക്കളെയും ഞാൻ അഷ്റഫുൽ ഖൽക്ക് ആയിഷ ബിബി കെട്ടിയ പോലെ കെട്ടിച്ചത്. തിരുവനന്തപുരം തൊട്ട് തലശ്ശേരി കാസർഗോഡ് വരെ ആയിരക്കണക്കിന് മല്ലന്മാരായ മുതലാളി വർഗത്തെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാമായിരുന്നു. ഒരൊറ്റ ഒരു മുതലാളിയും എൻ്റെ വീട്ടിന്റെ മാർക്ക് കയറ്റിട്ടില്ല ഞാൻ. എന്റെ അടുത്ത കൂട്ടുകാരെ വിളിച്ചാൽ തന്നെ 1000 കാർ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ വരും. എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ആ കൂട്ടുകാരുണ്ട്. ആ 10 ആമക്കളെയും ഞാൻ 25 ആൾ കൂടുതൽ കൂട്ടിയിട്ടില്ല. എനിക്ക് ആ ഫലസ്തീന്റെ മക്കളോടാ സ്നേഹം. ആ മക്കളെ കഷ്ടപ്പാട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ, അഷ്റഫുൽ ഖൽക്കിന്റെ മകൾ ഫാത്തിമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ മക്കൾ ഹസൻ ഹുസൈനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഫാത്തിമാന്റെ കല്യാണം നടന്ന ചരിത്രം കേട്ടത് മുതൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോനാ ഞാൻ. അത് ഞാൻ നടപ്പിലാക്കി. സാധിക്കുമോ നിങ്ങൾക്ക്? ആർഭാട കല്യാണങ്ങൾ, ലക്ഷങ്ങൾ ചെലവഴിച്ച് ഗാഹകൾ ഉണ്ടാക്കി, മിന്നുന്ന ബൾബ് ഉണ്ടാക്കി, ജൂതം പഠിപ്പിച്ച ഡാൻസ്, ജൂതം പഠിപ്പിച്ച തോന്നിയവാസം, ജൂതം പഠിപ്പിച്ച കൂത്ത്, ജൂതം പഠിപ്പിച്ച കള്ള്,
ജൂതം പഠിപ്പിച്ച ബ്രാൻഡി, വിസ്കി, ജൂതം പഠിപ്പിച്ച ബൊഫെ, ആണും പെണ്ണും രാത്രി സമയത്ത് പന്തലിൽ വെച്ച് ഡാൻസ്, കല്യാണ വീട്ടില് പ്രസിഡന്റ് വന്നിട്ട് തിന്നിട്ട് പോയി, സെക്രട്ടറി വന്നിട്ട് തിന്നിട്ട് പോയി, സംഘടനക്കാരും വന്നിട്ട് തിന്നിട്ട് പോയി, ഇല്ലേ? പിറ്റേന്ന് പന്തല് 25,000 ആള്, അവർക്കൂടി നിക്കാഹിന്റെ ഖുതുബ, കഴുത്തിന് കോണോനും കെട്ടിട്ട് വന്നു മൗലവി, എന്നിട്ട് ഖുതുബ നടത്തി കൈമടക്ക് വെച്ചിട്ട് പോയി. ഇല്ല കൂട്ടരെ, 10 കൊല്ലമായി ഒരു വിവാഹ പന്തലിൽ പോയിട്ട് ഒരു ചോറ് തിന്നിട്ട്. ഫലസ്തീനികളോടുള്ള സ്നേഹം, അവരുണ്ടാക്കി തന്ന സ്നേഹം ഇന്നലെ അല്ലേ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കല്യാണ പന്തലിൽ പോയിട്ട് ഞാൻ ചോറ് തിന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഭൂഷന്മാർ എന്നെ കല്യാണത്തിന് വിളിക്കാറുണ്ട് പ്രസംഗിക്കാൻ. ഇല്ല, ഞാൻ വരില്ല, പോയിട്ടുമില്ല. ചോദിച്ചു നോക്ക് നിങ്ങൾ ആൺകുട്ടികളോട്. നിങ്ങൾക്കാണോ അദ്ഭുതം? ആ ജൂതന്റെ മുഴുവൻ പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അന്ന് മുതൽ ഇന്ന് വരെ? ഇവിടെ നടക്കുന്ന കല്യാണ സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എടുത്തു നോക്കി, കല്യാണത്തിന്റെ പന്തല്ലേ നോക്കിയ ജൂതൻ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടല്ലേ ആദ്യക്കന്മാരും മൊഴിയാക്കന്മാരും കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളാണോ എന്നെ ജൂതവിരോധം പഠിപ്പിക്കുന്നത്? എന്റെ 5 പെമ്മക്കളെ കല്യാണം കഴിപ്പിച്ചു. ഞാൻ 5 പെമ്മക്കളെയും ഞാൻ എന്റെ ഭാര്യയും മക്കളടക്കമുള്ള 6-7 പേരെയും കുട്ടി കാറിൽ കൊണ്ടാക്കി കൊടുക്കും അവിടെ നിക്കാഹിന്റെ പിറ്റേന്ന്. അതാണോ നിങ്ങൾ ചെയ്തത്? നിങ്ങളെ മഞ്ഞ കല്യാണം ഉണ്ടാക്കിയില്ലേ ജൂതന് വേണ്ടി? ചുവപ്പ് കല്യാണം ഉണ്ടാക്കിയില്ലേ ജൂതന് വേണ്ടി? പച്ചക്കല്യാണം ഉണ്ടാക്കിയില്ലേ ജൂതന് വേണ്ടി? ഇതെല്ലാം പള്ളിയിലെ കത്തിയും ഈ പറയുന്ന ഡിഗ്രിക്കാരെല്ലാം പങ്കെടുത്തില്ല ഉളുപ്പില്ലാതെ. ആ സദസ്സിൽ ചെന്ന് ബൊഫയാണെങ്കിൽ ബൊഫെ മൃഗങ്ങളെ പോലെ വാരി തിന്നിട്ട് പോയില്ലേ? നിങ്ങൾക്ക് ആരോടാ കൂറ്? ജൂതനോടല്ലേ? നിങ്ങൾ ജൂതന്റെ അമലുകൾ നടപ്പിലാക്കി. ഞാൻ അതിനെതിരായിട്ട് 40 കൊല്ലത്തോളം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സമരം തുടരുന്നു. നിങ്ങൾ എന്നെ ജൂതവിരോധം പഠിപ്പിക്കുന്നല്ലേ? നിങ്ങളിപ്പോൾ ഒക്ടോബർ 7 ശേഷം ജൂതവിരോധം പഠിപ്പിക്കുന്നതിൻ്റെ അവർക്ക് ഞാൻ ജൂതന്റെ ആളല്ലേ? എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞവരോട്, അഷ്റഫുൽ ഖൽഖായ തങ്ങൾ താടി നീട്ടി. ജൂതൻ അനുയായികളോട് പറഞ്ഞു, മുഹമ്മദ് താടി നീട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ജൂതന്മാരെ മുഴുവനും താടി പഠിച്ചു മദീനയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ക്രിസ്ത്യാനികൾ മീശയും കൂടി നീട്ടാറുണ്ട്, അതുകൊണ്ട് നമ്മൾ താടി നീട്ടിക്കോ, ക്രിസ്ത്യാനികൾക്കെതിരിൽ മീശ വെട്ടിക്കോ അല്ലേ? ഇപ്പോൾ ഈ സംഘടനയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഈ പ്രേമം പറഞ്ഞു നടക്കുന്ന ഈ തേനയുന്തികൾ, ഈ പത്രമെഴുത്തുകാർ, ഈ മൊബൈൽ എഴുത്തുകാർ അല്ലേ? നിങ്ങൾ ജൂതന്റെ സുന്നത്തിലാണോ അതോ അഷ്റഫുൽ ഹക്കിന്റെ സുന്നത്തിലാണോ? ജൂതന്റെ വികാരത്തിലാണോ അഷ്റഫുൽ ഹക്കിന്റെ വികാരത്തിലാണോ? നിങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് താടി, ഏത് താടി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ജൂതന്റെ ആളല്ലെങ്കിൽ പിന്നെ ആരാണ്? ഞാനാണോ ജൂതന്റെ ആള്? അഷ്റഫുൽ ഹക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, എല്ലാവരും ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ ചെരുപ്പൂരി വെക്കാൻ പാടില്ല, വൃത്തി ഉണ്ടാവണമെന്നേ ഉള്ളൂ. ചെരുപ്പൂരി വെക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ. കാരണം ജൂതന്മാര് ചെരുപ്പൂരിയിട്ടാണ് നിസ്കരിക്കല്. ഇതല്ലേ അഷ്റഫുൽ ഹക്കിന്റെ രീതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച് തീർക്കുകയാണോ ചെയ്തത്? ജൂതവിരോധം ആണോ? അഷ്റഫുൽ ഹക്ക് നിങ്ങളെ മാതിരി പ്രസംഗിച്ച് തീർക്കും. മൈക്ക് കിട്ടിയ ഏത് കൊരങ്ങനും കൂക്കാൻ പറ്റും കൂട്ടരെ. അമലിനെ കൊണ്ടുവരണമെങ്കിൽ ഇച്ചിരി സ്നേഹം വേണം സുന്നത്തോട്. അത് ഞാൻ പറഞ്ഞു ലോകത്തോട്, സമൂഹത്തോട്. നിങ്ങൾ എന്താ പറഞ്ഞത്? താടിയിൽ എന്ത് കാര്യം ഇരിക്കുന്നു പറഞ്ഞില്ലേ? 13 നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിലെ പെണ്ണിനെ ആരെങ്കിലും കണ്ടോ? മുസ്ലിം ഉമ്മത്തിലെ പെണ്ണിനെ ആരെങ്കിലും കണ്ടോ? അന്തസ്സുള്ള പെണ്ണ് വീട്ടിലടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടിയില്ലേ? ആവശ്യത്തിന് വേണ്ടി, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വേണ്ടപ്പെട്ടവരോടൊപ്പം പുറത്തിറങ്ങിയില്ലേ? ഇല്ലേ? ഇത് ജൂതനെ സഹിക്കാൻ പറ്റിയില്ല. ജൂതനെ അടക്കം ജീവിക്കാനുള്ള രീതി പഠിപ്പിച്ചു കൊടുത്തു. പെമ്പിള്ളരെ പുറത്തിറക്കാനുള്ള അടവുകൾ ഉണ്ടാക്കി. വിദ്യാഭ്യാസമായ രീതിക്ക് ജൂതൻ ഉണ്ടാക്കി. അത് ഏറ്റെടുത്ത് നിങ്ങൾ നടത്തി. വസ്ത്രധാരണം ജൂതൻ പഠിപ്പിച്ചു, അതനുസരിച്ച് നിങ്ങൾ നടത്തി. മിനി സ്കേർട്ടും ധരിച്ച്, ലിപ്സ്റ്റിക്കും തേച്ച്, മുടി ബോബ് ചെയ്ത് ലിപ്സ്റ്റിക്കും തേച്ച് മൊബൈൽ ഫോണുമായിട്ട് റോട്ടിലേക്ക് നടക്കുന്ന നിങ്ങൾ ഉണ്ടാക്കിയതാണ് ജൂതന്റെ സുന്നത്ത്. അതിന്റെ ദുരിതം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വയസ്സ് 25 വയസ്സുള്ള പെമ്പിള്ളേരും സ്കൂളിൽ പോയിട്ട് ബുക്ക് കൊടുത്തിട്ട് പോയാൽ കുട്ടിയാണ് നിങ്ങൾക്ക്. നമ്മൾ പറഞ്ഞു അല്ല, കുട്ടിയല്ല, പ്രായപൂർത്തി 8 വയസ്സ് മുതൽ 9 വയസ്സ് മുതൽ പ്രായപൂർത്തിയെത്തും. ഒരു സ്ത്രീ ആയിട്ട് കാണണം. നിങ്ങൾ പറഞ്ഞു കുട്ടിയാണ്, പഠിക്കുകയല്ലേ. കുട്ടിയല്ല, തള്ളയാണെന്ന് കുട്ടികൾ പഠിപ്പിച്ചു വാപ്പമാർക്ക്. അതല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അല്ലേ? വാപ്പമാരോടും ഉമ്മമാരോടും ഞങ്ങൾ കുട്ടിയല്ല വാപ്പ, ഉമ്മാനോടും ഞങ്ങൾ കുട്ടിയല്ല, 10-20 വയസ്സായി, നിങ്ങൾ പ്രായമെത്തിയ പെമ്പിള്ളരാ, നിങ്ങൾക്ക് നമ്മൾ കുട്ടിയാണെങ്കിൽ ഞങ്ങൾ തള്ളയാകുന്ന എങ്ങനെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടല്ലേ ഇറങ്ങി തൽക്കുന്നത്. പച്ച മറ്റോൻ്റെ ഒന്നിച്ച് ഇറങ്ങിപ്പോയത്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നിച്ച് ആരുണ്ടാക്കിയത്? ജൂതം പഠിപ്പിച്ച സംസ്കാരം നിങ്ങൾ നടപ്പിലാക്കിയത്.
അന്ന് ജോലി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് യാഥാസ്ഥികനെന്ന്. നിങ്ങളതിന് ദുരന്തം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1930-40 കാലഘട്ടങ്ങളിലെ പ്രസംഗത്തിൽ കെത്തിന് കെട്ടുന്ന കോണോനും നസ്രാണിന്റെ സൂട്ടും ജൂതന്റെ കോട്ടും ഞാൻ വളരെ ശക്തമായി വിമർശിച്ചു. സംസ്കാരത്തിനോട് വിയോജിപ്പ് വേണം. ജൂതന്റെ ഒരു സംസ്കാരവും നാം സ്വീകരിച്ചുകൂടാ. ജൂതം പഠിപ്പിച്ച ഒരു രീതിയും നാം സ്വീകരിച്ചുകൂടാ. അപ്പൊ പണ്ഡിതന്മാരായാലും വലിയ തങ്ങന്മാരായാലും നേതാക്കന്മാരായാലും നസ്രാണിന്റെ സൂട്ടുവിട്ട് ജൂതന്റെ കോട്ടുവിട്ട് മറ്റവന്റെ കോണോനും കെട്ടി നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന്. ഇന്ന് പറഞ്ഞതല്ല, 40 കൊല്ലം മുമ്പ് പറഞ്ഞത്. അത് ജൂതന്റെ സംസ്കാരമാണ്. നമുക്ക് നമ്മുടേതായ ഒരു സഖാഫത്തുണ്ട്, സംസ്കാരമുണ്ട്. വസ്ത്രത്തിൽ നമുക്കൊരു കോഡുണ്ട്. ജൂതനെ തൃപ്തിപ്പെടുത്തുന്ന കോഡല്ല, അള്ളാന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തുന്ന കോഡ്, നസാറയെ തൃപ്തിപ്പെടുത്തുന്ന കോഡല്ല. എന്താ സംഭവിച്ചത്? എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജിൽ കെത്തിന് കോണോനും കെട്ടിയിട്ട് കുട്ടികൾക്ക് സനത് കൊടുത്തു. സത്യത്തിൽ ഞാൻ ആ കോളേജിൽ അത് നടക്കുന്നത് അറിയില്ല. അതിനു മുമ്പേ പ്രസംഗിച്ചതാണ്. എൻ്റെ കുട്ടികളെ ആ കോളേജിൽ നിന്ന് പുറത്താക്കി. എന്താ കാര്യം? ആ കോളേജിനെ വിമർശിച്ചതാണ് ജോലി. ആ കോളേജിന്റെ സനത് ദാന സമ്മേളനത്തിന് കുട്ടികൾക്ക് യൂണിഫോം, ജൂതന്റെ സൂട്ടും നസ്രാണിന്റെ കോട്ടും കഴുത്തിനൊരു കോണോനും. നിങ്ങൾ വേണമെങ്കിൽ ടൈ അർത്ഥം വെച്ച കൂട്ടരെ. ഞാൻ അതിന് 1980-കളിൽ കോണോന് പേരിട്ടത്. അപ്പൊ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒന്നിച്ച് സ്കൂളിൽ വരുന്ന കുറെ ആദിവാസികൾ അവര് താഴെ കെട്ടുന്നതാണ് തുണിക്കഷത്തോണ്ട്. അന്ന് അതിന് കോണമെന്ന് പറയും. ഇപ്പൊ ആര്യാക്കന്മാര്, തങ്ങന്മാര്, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര് ആ കഷ്ണം എടുത്തിട്ട് കെട്ടി കെട്ടുമ്പോൾ ടൈ ആയി അല്ലേ? എന്റെ ഭാഷയിൽ ടൈ ആണെങ്കിൽ രണ്ടും ടൈ. അന്ന് ആ ചെക്കന്മാര് താഴെ കെട്ടിയതും ടൈ. ഇന്ന് നിങ്ങൾ ഈ കെത്തിന് കെട്ടുന്നു ടൈ, അല്ലെങ്കിൽ രണ്ടും കോണൻ. ഒരു സാധനം ഉപയോഗിക്കുന്ന സ്ഥലം മാറിയാൽ പേര് മാറൂല എന്ന് പ്രസംഗിച്ചു ഞാൻ. അത് ഞങ്ങളെ പറഞ്ഞാന്നും പറഞ്ഞിട്ട് ആ കൂട്ടക്കാരൻ എൻ്റെ കുട്ടികളെ പുറത്താക്കിയില്ലേ മദ്രസയിൽ നിന്ന്? ബാക്കിയുള്ള കുട്ടികളാ കോളേജിനെ വിമർശിച്ചാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കിനാവ് കണ്ടോ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജീവിതത്തിൽ അങ്ങോളം എല്ലാ കാര്യത്തിലും ഇന്ന് വരെ ഇന്നത്തെ തീയതി വരെ 10 കൊല്ലത്തിനിപ്പുറം ഏതെങ്കിലും ഒരു ബൂർഷ്വാ കല്യാണം, ജൂത കല്യാണത്തിൽ ഒരു പിടി ചോറ് തിന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? എൻ്റെ 10 ആമക്കളെ കല്യാണം 25-30 ആളിൽ കൂടുതൽ കൂട്ടിയതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ കുടുംബം വർദ്ധിക്കുന്നതിനനുസരിച്ച് എണ്ണം കൂടും. പറ്റുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അയൽവക്കത്തിന്റെ വീട്ടിൽ നിന്നും കൂടി എന്തെങ്കിലും ഒരു മേശയും കസേര എടുത്തായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്താ കാര്യം? എനിക്ക് ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന പെമ്മക്കളോട്, ഉമ്മമാരോടാണ് അന്ന് ആ വികാരം എനിക്ക് വന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ പേരില്ല. നിങ്ങളത് കണ്ടിട്ടില്ല. നിങ്ങൾ വളർന്നത്, നിങ്ങളെ ഭാര്യയെ നിങ്ങളെ വളർത്തിയത് ജൂതം പഠിപ്പിച്ച പോലെ, നിങ്ങളെ പെമ്മക്കളെ വളർത്തിയത് ജൂതം പഠിപ്പിച്ചതുപോലെ, നിങ്ങൾ വീടുണ്ടാക്കിയത് ജൂതം പഠിപ്പിച്ചതുപോലെ, കല്യാണത്തിന് പന്തലുണ്ടാക്കിയത് ജൂതം പഠിപ്പിച്ചതുപോലെ. പാട്ട് കമ്മിറ്റി തലശ്ശേരി വളവട്ടടുത്ത കത്തീവായിരിക്കുന്ന സന്ദർഭം, അന്ന് പീർ മുഹമ്മദാണ് പാട്ട് കച്ചേരിക്കാരൻ. പാട്ട് കച്ചേരിയില്ലാത്ത കല്യാണമില്ല. ചെലി അബ്ദാ മൗലവി ഖത്തീബാണ്. നിക്കാഹിന് വേണ്ടി ഉച്ച കഴിഞ്ഞിട്ട് പോകും. മൊത്തത്തിൽ തന്നെ എന്നെ കാണുമ്പോൾ തന്നെ അവർ പാട്ട് കച്ചേരിക്കാർ നിർത്തും. എന്നു വളവട്ടത്തെ ഹിന്ദുക്കളടക്കം വിളിച്ചത് കുമൈനി എന്നാണ്. അങ്ങനെ എന്നെ അത്ര പേടിയായിരുന്നു അവർക്ക്. ഞാൻ അത്ര സ്ട്രോങ് ആണ് ജൂതന്റെ കാര്യത്തിൽ. ജൂതൻ നടപ്പിലാക്കുന്ന ഒരു തരി പരിപാടി ഞാൻ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഹബീബിന്റെ സുന്നത്തിനെതിരായിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. നിങ്ങളാണോ എന്നെ ജൂതനെ പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ എന്നെ ഫലസ്തീൻ സ്നേഹം പഠിപ്പിക്കുന്നത്? തലശ്ശേരി കണ്ണൂർ കാമ്പസാറിലെ ഖത്തീബായിട്ടിരിക്കുന്ന കാലം 90-കൾ ലോട്ടറിക്കാരൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി മോട്ടോർ വെച്ചു പള്ളി കമ്മിറ്റി. ഖുതുബയിൽ മിമ്പറിൽ ഞാൻ ലോട്ടറി പൈസ ചൂതാട്ടത്തിന്റെ പൈസയാണ്. ആ പൈസക്ക് മോട്ടോർ വാങ്ങിയിട്ട് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഹറാമായ പൈസ കൊണ്ടുള്ളതാണ്. എന്താ സംഭവിച്ചത്? പിറ്റേത്താഴ്ച ഖത്തീബ് സ്ഥാനത്ത് തന്നെ പുറത്താക്കിയില്ലേ? അന്ന് സൂട്ടേസ് കൊടുത്തിട്ട് ഇറങ്ങിയില്ലേ ഞാൻ? ആരെങ്കിലും മിണ്ടിയോ? ആരെങ്കിലും ഉണ്ടായോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ? അന്നും ഇല്ല, ഇന്നും ഇല്ല കൂട്ടരെ. കാരണം നിങ്ങളൊക്കെ ജൂതന്റെ ആൾക്കാരാ, ജൂതന്റെ സുന്നത്ത് നടപ്പിലാക്കുന്ന ആൾക്കാരാ. എനിക്ക് നിർബന്ധമുണ്ട് ഖുർആനും സുന്നത്തും നടപ്പിലാകണമെന്ന്. ഉള്ള ഇൽമ വെച്ച് ജിഹാദിലാണ് ഞാൻ. എന്താണ് ജിഹാദ്? ജിഹാദു നഫ്സ് വ ജിഹാദു ശൈത്താൻ. അതാണ് എൻ്റെ ജിഹാദ്, സ്വന്തം നഫ്സോടുള്ള ജിഹാദ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ലാ ജിഹാദ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ജിഹാദു നഫ്സ്, മറ്റേത് ജിഹാദു ശൈത്താൻ, മൂന്നാമത്തത് ജിഹാദുൽ മുനാഫിഖീൻ, നാലാമത്തത് ജിഹാദുൽ കുഫാർ. വളരെ സുന്ദരമായിട്ട് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി സാദുൽ മഅദിൽ ബാബുൽ ജിഹാദിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ജിഹാദ് ഫർള് ഐന, രണ്ടാമത്തെ 2 ജിഹാദ് ഫർള് കിഫായ.
ആ ഫർള് ഐനിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറായിരുന്നില്ല സമൂഹത്തിൻ്റെ വിഷയത്തിൽ. തലശ്ശേരി ഖത്തീബായിരിക്കുന്ന കാലം, തലശ്ശേരി 1985 മുതൽ തലശ്ശേരി സെൻട്രൽ ജുമാ മസ്ജിദ് അന്ന് തെക്കേപ്പള്ളിയാണ്, അവിടെയാണ് താമസം. എൻ്റെ ഉപദേശം കൂടി തേടിക്കൊണ്ടതിൻ്റെ പ്രസിഡന്റ് ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത്, അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം മരിച്ചു. ഇപ്പം മരിച്ചു, അള്ളാഹു ഗഫൂറുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട് ഉദ്ഘാടനം, കൊട്ടാരം ഉദ്ഘാടനം. വീട് ഉദ്ഘാടനത്തിൻ്റെ ദിവസം എന്നെ ക്ഷണിച്ചു ഖത്തീബ് എന്നുള്ള നിലക്ക്. എന്നോട് പറഞ്ഞു സുബഹിക്ക് മൾപ്പരയ്ക്ക് വീട്ടിലേക്ക് വരണം. എല്ലാ ഉസ്താദുമാരും താപ്പാനകളായ മൗലാനമാർ ഒരുപാടുണ്ട്, ഷീഇയ്യത്തിൻ്റെ തറവാട്ടുകാർ. സഹിക്കുന്നില്ല അല്ലേ? അന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, വലിയ വലിയ ശൈഖുലമാർ, ആയിരക്കണക്കിന് ഉലമാക്കള ഉസ്താദുമാർ. അവരെല്ലാം രാവിലെ വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ വരൂല, ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കും, എന്നിട്ട് വരും. അതെന്താ കാര്യം? ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിൻ്റെ അയൽവക്കക്കാർക്ക് പള്ളിയിൽ വെച്ച നിസ്കാരമുള്ളത് ജൂതം പഠിപ്പിച്ച സുന്നത്താണ്, ജൂതം പഠിപ്പിച്ച സംസ്കാരമാണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. ജമാഅത്തായിട്ട് സുബഹിക്ക് വീട് നിന്ന് ഇവിടുത്തെ ജൂതന്റെ അനുയായികൾ പഠിപ്പിച്ചായിരുന്നില്ലേ? ഷീഇയ്യത്തിന്റെ മാറപ്പുകാർ പഠിപ്പിച്ചായിരുന്നില്ലേ? അത് സുബഹിക്ക് മുമ്പ് ഞാൻ പോയി. അപ്പോൾ എല്ലാവരും മുസല്ല വിരിച്ചിട്ട് താപ്പാനകളൊക്കെ മൗലാനമാർ, ഷെയ്ഖുനമാർ, അതേ വടക്കേ തെക്കൻ കേരളത്തിലെ ഒരുപാട് ഉലമാക്കളെ ഉസ്താദന്മാർ എല്ലാവരും മരിച്ചു, ഇപ്പോൾ ആരും ജീവിച്ചിട്ടില്ല. അവരെല്ലാം കൂടി കാത്തുകെട്ടി ഇരിക്കുന്നുണ്ട് സുബഹിക്കിരിക്കാൻ ആചാര വീട്ടിൽ. ആചാരം എന്താ ചെയ്തിരിക്കുന്നറിയോ? കയറിപ്പോകുന്ന റൂമിൽ തന്നെ കുറേ മുല്ലപ്പൂ നിറച്ചും ഇട്ടിട്ട്, അതായത് ഒരു റൂം നിറച്ചും മുല്ലപ്പൂ ഇട്ടിട്ട് അതിൽ നിലവിളക്കും. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു ആചാരോട്, ആചാര്യ ഇത് എന്ത് സംസ്കാരമാണിത്? എടുത്ത് മാറ്റാചാര്യ. വീട്ടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ശിർക്കോ കുഫ്രോ നിങ്ങൾ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? മൗലാനമാർക്ക് പറയാമായിരുന്നില്ലേ? ഷെയ്ഖുനമാർക്ക് പറയാമായിരുന്നില്ലേ? എടുത്ത് മാറ്റിയാൽ പാവം. അല്ലാഹു അക്ബർ. നല്ല മനുഷ്യൻ. അയാൾക്കറിയില്ല ഈ ഉലമാക്കളാണ് അവരെ നയിക്കുന്നത്, മുതലാളിമാരെ. ഈ ഉലമാക്കളെ കീഴിലാണ് അവർ. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഇപ്പം ആ ഹദീസ് എൻ്റെ പേരിലല്ലേ? ആ ഹദീസ് എൻ്റെ പേരിൽ. ഭൂലോകത്ത് ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഉലമാക്കളാണ് ഏറ്റവും കൂടുതൽ ഷർറ് പിടിച്ചവർ. ഇപ്പം ആ ഹദീസ് ഇപ്പം എൻ്റെ പേരിൽ. ഞാൻ ഫലസ്തീനികളെ വെറുക്കുന്നു. ഒക്ടോബർ 2 ശേഷമുള്ള സ്നേഹം വെച്ചിട്ട്, ഒക്ടോബർ 2 ശേഷമുള്ള വെറുപ്പും 40 കൊല്ലത്തെ പാരമ്പര്യമുള്ള എന്നോട് ഞാൻ എന്ത് ചെയ്തു? സുബഹിക്ക് മുമ്പ് പോയി, പെട്ടെന്ന് ബാങ്ക് കൊടുത്തു, ഒരു മുത്തഅല്ലിമ് ബാങ്ക് കൊടുത്തു. ഉടൻ തന്നെ 2 സുന്നത്ത് നിൽക്കിച്ചു. ഞാൻ നിൽക്കിച്ചു. എന്നെ അവിടെ ജമാഅത്ത് നിസ്കരിപ്പിക്കാൻ വേണ്ടി ഉടൻ തന്നെ ഇക്കാമത്ത് വിളിപ്പിച്ചു. ആ ഉസ്താദിന്റെ പേരൊന്നും ഇപ്പം ഞാൻ അറിയില്ല, മരിച്ചുപോയി. ഉടൻ തന്നെ ഇക്കാമത്ത് വിളിച്ചു. ഞാൻ നിന്നില്ല, ഞാൻ ഓടി പള്ളിയിലേക്ക്. പള്ളിയിൽ പോയി ഞാൻ ജമാഅത്തിൽ ഇമാമൊന്ന് നിസ്കരിച്ചു. എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അത്ര തീവ്രത അക്കാര്യത്തിൽ ഞാൻ ശ്രമിക്കുന്നു. ഈ മുതലാളിമാരെ പഠിപ്പിക്കണം. ദീൻ ജൂതന്റെ സംസ്കാരത്തിന്റെ കൂട്ടു നിൽക്കുന്ന പണ്ഡിതന്മാരെ സൂക്ഷിക്കണം, സംഘടനക്കാരൻ സൂക്ഷിക്കണം. ഇങ്ങനെ ഓരോ വിഷയം എടുക്കും. നിങ്ങൾ ജൂതൻ പഠിപ്പിച്ച മുഴുവൻ സംസ്കാരവും നമ്മൾ ജീവിപ്പിച്ചില്ലേ? ഹബീബ് പഠിപ്പിച്ച മുഴുവൻ സുന്നത്തിനെയും നമ്മൾ കൊന്നില്ലേ? 100 രക്തസാക്ഷികളാക്കി. അന്നെല്ലാം നിങ്ങൾ എന്നെ യാഥാസ്ഥികൻ എന്ന് വിളിച്ചില്ലേ? പുത്തൻവാദി എന്ന് വിളിച്ചില്ലേ? നിരീശ്വരവാദി എന്ന് വിളിച്ചില്ലേ? ഇന്നും നിങ്ങൾ വിളിക്കുന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ഊർജം നൽകുന്നു. അന്ന് ഫലസ്തീനിൽ കണ്ട ഊർജം ഇന്ന് നിങ്ങളെപ്പോലെയുള്ള കുറെ പോക്കിരികൾ അങ്ങ് ഇട്ട് കളിക്കുകയാണ്. എന്താണ് ഫലസ്തീൻ വിഷയം? ആ ഫലസ്തീനികളോട് തന്നെയാണ് ഇപ്പോഴും കൂറ്. ആ ഫലസ്തീനികൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ആ ഫലസ്തീനികൾക്ക് വേണ്ടിയാണ് ദുആ. പട്ടണികൾക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ചോദിച്ചാൽ ദുആ ചെയ്യാറില്ല. അല്ലാഹുവോടാ ദുആ ചെയ്യുക. രാത്രി എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് പറയും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഫലസ്തീൻ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ 3 കാര്യങ്ങൾ ചൊരിഞ്ഞത് ചെയ്യണം. ഒന്ന്, കേരളം തൊട്ട് ഇറാൻ വരെയുള്ള 40,000 ജാറങ്ങൾ അടച്ചുപൂട്ടണം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പറയാൻ ധൈര്യമുണ്ടോ? അതെന്താ നിങ്ങൾ വ്യാഖ്യാനിക്കാത്തത്? എൻ്റെ ഒരു വാക്ക് പിടിച്ചിട്ട്, എന്താണ് ആ വാക്ക് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ ഒരു വാക്ക് പിടിച്ചിട്ട് എന്നെ ക്രൂശിക്കുന്നത് നിങ്ങൾ. ഞാൻ ആ പറഞ്ഞ 1ാമത്തെ പോയിന്റിനെ പറ്റി വല്ല സംസാരം നിങ്ങൾ എടുത്തുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോ? അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഖബറാണ് സർവനാശത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തിനെ കൊന്നില്ലേ? ശ്മശാന വിപ്ലവം എന്ന് പറഞ്ഞിട്ട്, ശ്മശാനം എന്നല്ലേ പറയാ ഖബറിന്? ശ്മശാനം. ആ വിപ്ലവം വെച്ച് ഉസ്മാൻ സാഹിബ് നിങ്ങൾ കൊന്നില്ലേ? യാഥാർത്ഥ്യമായിരുന്നില്ലേ അത്? ഖബർ തന്നെയല്ലേ ഈ സമൂഹത്തിന്റെ നാശം? മരിച്ചവരെ പരിഗണിക്കൽ തന്നെയല്ലേ ഈ സമൂഹത്തിന്റെ നാശം? അല്ലേ? ഒന്നാമതായിട്ട് ഞാൻ അതല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഒക്ടോബർ 7 ശേഷം ഫലസ്തീനെ രക്ഷപ്പെടുത്താൻ നമ്മളെ അള്ളാഹുവിനെ അനുകൂലമാക്കി എടുക്കണം. അള്ളാഹുവിനെ അനുകൂലമാക്കി എടുത്ത അള്ളാഹിന്റെ കുദറത്ത് കൊണ്ട് ജൂതന്റെ മേൽ അള്ളാഹു ഇടപെടണം.
അള്ളാഹു ഇടപെട്ടെങ്കിലേ ഈ പ്രശ്നം തീരുള്ളൂ. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. ഇബ്രാഹിം നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. അതേപോലെ തന്നെ ആദിനെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. സമൂദിനെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. ഫിറൗനെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. അതേപോലെ തന്നെ ലൂത്ത് നബിന്റെ ജനങ്ങളെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. അതേപോലെ തന്നെ ഓരോ സംഭവങ്ങൾ, അബ്രഹത്തിന്റെ പട്ടാളത്തെ നശിപ്പിച്ചത് ആരും യുദ്ധം ചെയ്തിട്ടല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ അനുകൂലമാക്കി എടുക്കണം. അള്ളാഹിന്റെ നടപടി വരണം. ഇസ്രായേൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. ഒരു ഹിറ്റ്ലർ മതി ഇന്നത്തെ 65 ലക്ഷം ജൂതനെയും കൊല്ലാൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തേത് പരിഗണിച്ചില്ല? നിങ്ങളെ ലക്ഷ്യം എന്റെ ശബ്ദം ജനം കേൾക്കുന്നത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്, അതില്ലാതാക്കലാണ്. നടക്കൂല കൂട്ടരെ. നിങ്ങളെ ലക്ഷ്യം എന്റെ ശബ്ദം ജനം കേൾക്കുന്ന ഇല്ലാതാക്കാൻ നിങ്ങൾ കൊണ്ടുപിടിച്ച് ചെന്നായ്ക്കൾ ആട്ടിൻകുട്ടിയെ പൊതിയുമ്പോൾ നിങ്ങൾ പൊതിയുകയാണ്. ഈ ആട്ടിൻകുട്ടി അങ്ങനെയൊന്നും മരിക്കൂല. നിങ്ങളാകുന്ന ചെന്നായ്ക്കളെ കയ്യിൽ അങ്ങനെയൊന്നും മരിച്ചു കിട്ടൂല. നിങ്ങൾക്ക് ലക്ഷ്യം നിൽക്കുന്നത് നന്നായിട്ട് അറിയാം. നിങ്ങൾ KNM-നെ കുറ്റപ്പെടുത്തണ്ട. KNM-ന്റെ തത്വം തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഫലസ്തീനികൾ തന്നെയാണ്. രാത്രി എഴുന്നേറ്റ് 2 മണിക്ക് 2 കൈയും നീട്ടി അള്ളാഹുവിനോട് അല്ലാഹുമ്മ മസ്ദിഖിൽ മംലകത്തൽ മുശ്രിക്കീൻ അൽ കാഫിരീൻ അൽ ളാലിമീൻ അൽ ഹർബിയീൻ അൽ യഹൂദി വൻ നസാറ. നാളുകളോളമായി വർഷങ്ങളോളമായിട്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊല്ലി അള്ളാഹുവിന്റെ ദുആ. നിങ്ങൾ ബോധിപ്പിക്കാനല്ല, നിങ്ങൾ ദുആ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയുമോ? ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടി ജൂതം പഠിപ്പിച്ചതുപോലെ റോട്ടിലിറങ്ങി സിന്ദാബാദും വിളിച്ചിട്ട് സ്റ്റേജിൽ ഇലാഹ് വിളിച്ചിട്ടാണ് നിങ്ങൾ ദുആ ചെയ്തത്. നിങ്ങളെ ദുആ ആകാശത്തിലെത്തൂല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ദുആ എത്താതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ശൈഖുനമാരെ കൂട്ടിക്കൊണ്ടിട്ട് ഇലാഹ് വിളിച്ചിട്ടാണ് നിങ്ങൾ ഫലസ്തീനെതിരായിട്ടുള്ള സമ്മേളനങ്ങൾ നിങ്ങൾ പ്രസംഗിച്ച് ദുആപിച്ചത്. ആ ദുആ ആകാശത്തിലെത്തൂല കൂട്ടരെ. ശിർക്ക് മുശ്രിക്കിന്റെ ദുആ അത് തീവ്രമായും ശക്തമായും വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫലസ്തീനികളെ കൂട്ടത്തിൽ തന്നെയാണ് മനസ്സ്. ഇന്നല്ല, ഒക്ടോബർ 7 ശേഷമല്ല. നിങ്ങൾക്ക് ഒക്ടോബർ 7 ശേഷമാണ്. തെക്കൻ കേരളത്തിൽ ജീവിക്കുന്ന 10-20 കൊല്ലക്കാലത്തിന്റെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് എനിക്കറിയാം. 1985 ഞാൻ തിരുവനന്തപുരത്ത് കടന്നു ചെല്ലുന്നത്. 2002 ഞാൻ വരുന്നത്. എനിക്കറിയാം ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ. ആ ജീവിക്കുന്ന ജനങ്ങൾ നല്ലവരാണ്, ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ. അള്ളാനെ പറഞ്ഞാൽ മനസ്സിലാകുന്നവർ. അവരെ നശിപ്പിച്ചത് ഈ മൗലവിമാരെന്ന് പറഞ്ഞ സംഘടനാ നേതാക്കന്മാരാണ്, പള്ളിയിലെ ഖത്തീബുമാരാണ്. അവരാണ് ഇപ്പോൾ എനിക്കെതിരായിട്ട് പറഞ്ഞു ഉള്ളിയിരിക്കുന്നത്. കാരണം അവർക്കറിയാം 1996 ഞാൻ ഈദ്ഗാഹ് നടപ്പിലാക്കി. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഞാനാണ് ഈദ്ഗാഹ് നടപ്പിലാക്കിയത്. 1996 ഈദ്ഗാഹ് എന്താണെന്ന് തിരുവനന്തപുരക്കാർക്ക് അറിയില്ല. ഞാനാണ് ആദ്യം അത് നടപ്പിലാക്കിയത്. അതിലെല്ലാ വിമർശനങ്ങളും കേട്ടവനാണ് ഞാൻ. അന്നത്തെ തിരുവനന്തപുരത്തെ മെയിൻ പള്ളികളിലെ ഖത്തീബുമാരെല്ലാം എനിക്കെതിരായിട്ട് സംസാരിച്ചു. പട്ടികൾ തൂറുന്ന സ്ഥലത്താണ് നിസ്കരിക്കാൻ പോകുന്നത്, ആട് തൂറുന്ന സ്ഥലത്താണ് നിസ്കരിക്കാൻ പോകുന്നത്, ഇതാണ് ചൊരിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയില്ലേ? നിങ്ങൾ എല്ലാരും കളിയാക്കിയില്ലേ? ഇന്ന് 1 ഡസൻ ഈദ്ഗാഹില്ലേ തിരുവനന്തപുരത്ത്? ഇല്ലേ? ഓരോ സംഘടനക്കും ആ സംഘടനന്റെ പേരക്കുട്ടികൾക്കും ഈദ്ഗാഹല്ലേ? ഇപ്പോ സംഘടന പെറ്റി വരികയല്ലേ പേരക്കുട്ടികൾ. ആ പേരക്കുട്ടികൾക്കൊക്കെ ഈദ്ഗാഹല്ലേ? മുക്കട എണ്ണം ഇനി ഈദ്ഗാഹല്ലേ തിരുവനന്തപുരത്ത്? 1996 മുമ്പ് ഈദ്ഗാഹ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഞാനല്ല മജ്ലിസുൽ അയിമത്ത് ഉണ്ടാക്കിയത്. പാളയംപള്ളി കേന്ദ്രമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തെ 57 മഹല്ലുകളിലെ ഇമാമിങ്ങളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പാളയംപള്ളിക്ക് ഒരുമിച്ച് കൂട്ടി. അതിലെ സെക്രട്ടറി ഞാനാണ്. ഞാൻ പേരിന് കോയ ഉസ്താദിനെ ചെയർമാനാക്കി. ഞങ്ങളാണ് മാസപ്പിറവി പ്രഖ്യാപിക്കാറ്. ആ മാസപ്പിറവി പ്രഖ്യാപിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്നെ ക്രൂശിച്ചില്ലേ? ഞാൻ ഉണ്ടാക്കിയ വഹാബിസം എന്നും പറഞ്ഞിട്ട്. അന്ന് ആരെങ്കിലും എന്നെ സഹായിക്കാൻ നിന്നോ? അന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് സുന്ദരമായിട്ട് പാളയംപള്ളിക്കാരെ കമ്മിറ്റി കൊടുക്കല്ലേ എല്ലാ വർഷവും. എന്നിട്ട് പല സന്ദർഭമായിട്ട് ഓരോ വകയാണെന്ന് പ്രഖ്യാപിക്കല്ലേ. അവിടെ ഒരു മൗലവി ഉണ്ടല്ലോ, ഒരു ഖത്തീബും ഉണ്ടല്ലോ. ഓർക്കാമായിരുന്നില്ലേ? നിങ്ങളെന്താ ചെയ്തത്? ക്രിസ്ത്യാനികളെ വിളിച്ച് പള്ളി കയറ്റി. ഡിസംബർ 25 വെള്ളിയാഴ്ചയാണെങ്കിൽ സൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ അച്ഛന്മാരെ കൂട്ടിക്കൊണ്ടിട്ട് കുത്തുവാൻ ഉപയോഗിപ്പിക്കുമായിരുന്നില്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? പെരുന്നാൾ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പിൽ കസേരയിട്ടിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് മുഴുവൻ അവിടുത്തെ മൂത്ത മറ്റവന്മാരെ ഇരുത്തിയിട്ടല്ലേ നിങ്ങൾ നിസ്കരിച്ചത്? അങ്ങനെയല്ലേ നിങ്ങളുടെ നിസ്കാരം? നൃത്തത്തിന് നേരെ സുജൂദിലേക്ക് പോയിട്ട് കൊളായത്. അവസാനം വേറെ എവിടെയോ നാട് വിട്ടു പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടും വലിയ കാര്യമായിട്ട് സെൽഫിയത്തിന് എതിർത്ത് നടക്കുക അല്ലേ? വർഷങ്ങൾ എത്രയായി ജൂതനെതിരായിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്? അതെ, അമലിയായ സമരം. ജൂതന്റെ ഒരു സംസ്കാരത്തോട് വളർന്നുകൂടാ, ജൂതന്റെ ഒരു സുന്നത്തും ജീവിച്ചുകൂടാ. അതേസമയത്ത് നിങ്ങൾ ശിബറായിട്ട് ജൂതന്റെ പ്രോഗ്രാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും? അല്ലേ?
ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഫലസ്തീൻ പ്രശ്നത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇതിലേക്ക് വീണ് കിട്ടിയത്? എൻ്റെ വൈകാരികമായൊരു പ്രസംഗം ശരിയാണ്. അവസാനത്തെ കുട്ടി മരിച്ചാലും ഇറാന്റെ കയ്യിലേക്ക് എത്താൻ പാടില്ല ഖുദ്സിന്റെ. കാരണം ഇറാൻ ഷിയാക്കൾ ഇസ്ലാമിനെ കൊല്ലാനായി ജൂതനെ ഉണ്ടാക്കി തീർത്തതാണ്. 1400 കൊല്ലം പഴക്കമുള്ള ജൂതന്റെ സന്തതി ഷിയാക്കൾ. അവർ ഇസ്ലാമിനെ കൊല്ലാനുള്ള പുതിയ മതക്കാരാണ്. അവരവസരം കിട്ടിയെങ്കിൽ